മലിക് കാഫൂറിൻ്റെ പട ഡൽഹി അലാവുദ്ദീൻ ഖിൽജിൻ്റെ കീഴിൽ ആൾ പറഞ്ഞു വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മധുര വരെ എത്തുന്നു. പിന്നെ മധുരയിൽ പിന്നീട് തുഗ്ലക്കിൻ്റെ സമയത്ത് മധുര സുൽത്താനത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെ തെളിവായിട്ട് നമുക്ക് ഒരു ഇന്ത്യൻ കൃതി എന്നുള്ളൊരു അമീർ ഖുസ്രുവിൻ്റെ ഖസാനിൽ ഫുത്തൂഹ് മാത്രമേ ഉള്ളൂ. ഖാദിരി ട്രഡീഷനും ജിലാനി ട്രഡീഷനും. കാശ്മീരിലൊക്കെ പോകുമ്പോൾ പിന്നെ വണ്ടിൻ്റെ പാക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ദസ്തഗീർ കി ഹവാലെ പേ എന്നുള്ളത്, അതായത് മൂപ്പരുടെ പ്രൊട്ടക്ഷനിൽ എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പം മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും, ഇനിയിപ്പോൾ ഉറുദു അറബിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു 4 ലാംഗ്വേജുകൾ ഒരു ദിവസത്തെ പിന്നെ ക്ലാസ്സുകളിൽ 10 ക്ലാസ്സുള്ള സ്കൂളാണെങ്കിൽ അതിലൊരു 4 ക്ലാസ് അത് കൊണ്ടുപോയി. പക്ഷെ അത്രയും സമയം ചിലവാക്കിയിട്ടും ഒരു 12 വർഷം ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടും എത്രത്തോളം ലാംഗ്വേജുകൾ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ 2017 ജാമിയ മില്ലിയയിൽ വരുന്നത്. അന്നവിടെ ഉണ്ട് ഈസാൻ. ടെക്നിക്കലി ഈസാൻ എൻ്റെ സീനിയർ ആയിരുന്നു. ഞാൻ PGക്ക് വരുന്നെന്നുണ്ടെങ്കിലും ഈസാൻ UG ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു സമരത്തിൻ്റെ ഇടയിലാണ്, ഈ യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. അപ്പം അന്ന് ഈ അല 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 തഹദീറും അല 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 സൗറയുടെ മുദ്രാവാക്യം വിളിക്കുന്ന, പിന്നെ മനോഹരമായി ദഫ് മുട്ടി, അവരെന്തായാലും പറയല്, അവരുടെ ഇത് മുട്ടുമല്ലോ, ഡഫ്ലി മുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആൾ. അപ്പോൾ മീറാൻ ഹൈദറും ലാറേബ് നിയാസിയും ഇവരൊക്കെ വന്നിട്ട് ഇസാൻ ഭായി നാരാ ലഗാദോ ഒരു സംഗതി ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യലൈസ് ചെയ്ത് വരുന്നത്. ഞാൻ പിന്നീട് നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി ഉണ്ട്. ഡൽഹിയിലെത്തുന്നത് സിവിൽ സർവീസ് മോഹമായിട്ടാണ് അല്ലേ? അവിടെ നിന്ന് ഒരുപാട് മാറി ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. പ്രത്യേകിച്ച് അക്കാഡമിക്സിൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പിന്നെ അക്കാഡമിക് ഫീൽഡിലാണുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഗവേഷണ മേഖലയിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയിൽ നല്ല നിലക്ക് മാറിപ്പോകുന്നു. അപ്പോൾ ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു മോഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ടൊരു ഡൈവേഷൻ ഉണ്ടാവുന്നത്? ശരിയാ. പിന്നെ നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി, പിന്നെ ഡൽഹിയിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് പറയാറുണ്ട്, ഡൽഹിയിൽ 2 തരം കമ്മ്യൂണിറ്റികൾ. ഒന്ന് സിവിൽ സർവീസിന് വേണ്ടി വന്ന് അക്കാഡമിക്സിൽ കയറിയാലും, മറ്റേത് അക്കാഡമിക്സിന് വേണ്ടി വന്ന് സിവിൽ സർവീസിൽ പോയാലും. അങ്ങനത്തെ 2 ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുക. എൻ്റെ ഇതിലുണ്ടായിരുന്നു ഒന്ന്, ഞാൻ SFൻ്റെ തന്നെ വിസ്റ്റം ഇതിൻ്റെ ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരൊരു സംഭവം തുടങ്ങുന്നു. 2 വർഷം നാട്ടിലും പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാമെന്നുള്ള ഒരു ഇതിലാണ്. അങ്ങനെയാണ് ജാമ്യയിലെത്തുന്നത്. അപ്പോൾ സിവിൽ സർവീസ് ഭയങ്കര ഇതായിട്ട് ആദ്യത്തെ ഒരു വർഷമൊക്കെ 2015 എത്തുന്നത്. 2015 ജൂലൈയിൽ, നല്ല ഓർമ്മ, ഡൽഹിയിൽ എത്തുന്നത് 2015 ജൂലൈ 27 അഡ്മിഷൻ. അന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു അബ്ദുൽ കലാം മരിക്കണതോ, എനിക്ക് ഭയങ്കര ഓർമ്മയുള്ള ഒരു ഡേറ്റ്. APJ അബ്ദുൽ കലാം മരിക്കുന്ന ഒരു ദിവസം. ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അപ്പോൾ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടിട്ടൊരു ദിവസം ഒരു ഓർമ്മ അങ്ങനെ ഉണ്ട് എനിക്ക്. അപ്പോൾ അത് പിന്നെ അങ്ങനെ വന്ന് അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ പിന്നെ സിവിൽ സർവീസ് ഭയങ്കരതായിട്ട്, പിന്നെ മുഖർജി നഗറും ബേർസറായിലൊക്കെ പോയിട്ട് പുസ്തകങ്ങൾ വാങ്ങുന്നു ലൈബ്രറിയിൽ. അന്ന് ഷാഹു ഉണ്ട്, ഷാഹുൽ ഹമീദ് നൂറാനി അവിടെ. അപ്പോൾ ഷാഹു ഇങ്ങനെ എന്നും ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് കാണുക. അങ്ങനെയാണ് ലൈബ്രറിയിൽ ഇരിക്കണം, രാത്രി ഇരിക്കണം, ഒരു 8 മണിക്കൊക്കെ പോയിട്ട് 2 മണി വരെ ഇരിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ വരുന്നത്. പിൽക്കാലത്ത് ഞാനും കേട്ടിട്ടുണ്ട്, ഈ റോഷനും ഷാഹുലൊക്കെ എപ്പോഴും ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ എന്നോട് ചോദിക്കും, NS നൂറാനിയല്ലേ, പക്ഷെ റോഷനും ഷാഹുലൊക്കെ എപ്പോഴും ലൈബ്രറിയിൽ ഉണ്ടായിരുന്നില്ല, NS ലൈബ്രറിക്ക് വരാതെന്ന് ചോദിക്കും. അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ അവിടെ പോയിരിക്കണം. അങ്ങനെയൊക്കെയാണ് ലൈബ്രറിയിൽ ഇരുന്ന് തുടങ്ങുന്നതും. പിന്നെ സിവിൽ സർവീസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ പോയി വാങ്ങി. പിന്നെ അത്യാവശ്യം കോഴ്സ് വർക്ക് ഉണ്ടായിരുന്നു, BA പ്രോഗ്രാം എന്ന് പറഞ്ഞുള്ള കോഴ്സ് ചെയ്തു. അപ്പോൾ ഇരുന്ന് അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നു. പിന്നെ എനിക്കൊന്ന് 2015 ഒരു 2000 കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവിടുന്ന്. ഇപ്പോൾ കോയാലി, സുഹേൽ, അബ്ദുൽ ഹമീദ്, പിന്നെ കബീർ, അപ്പോൾ ഇവരൊക്കെ ഇപ്പം കൂടി പതുക്കെ ഓരോ പിന്നെ പ്രൊട്ടസ്റ്റിലൊക്കെ പങ്കെടുത്ത് പിന്നെ 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 പ്രൊട്ടസ്റ്റ് തന്നെയായി മൊത്തത്തിൽ. രാവിലെ പ്രൊട്ടസ്റ്റ്, രാത്രി ലൈബ്രറി, അങ്ങനെയൊക്കെ ഒരു, പിന്നെ ഇടയ്ക്ക് കുറച്ച് പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഒരു ഇതെത്തിയപ്പോൾ ഇവരെ ഭയങ്കര ഇൻഫ്ലുവൻസ്. ഫിനുവൊക്കെ കാണുന്ന ആ സമയത്ത് ഫിനുവിന് പിന്നെ മെഹഫിലെ സമ്മ വഴി അങ്ങനെ ഒരു ബന്ധമാണ്. അവിടുന്ന് മെഹഫിലെ സമ്മൻ്റെ തുടക്കം 2000 ഇപ്പോൾ ഈ 10ാം വാർഷികം. അതെ, ജാവേദ് ഭായ്, ഇർഫാൻ, മെഹഫിലെ സമ്മൊക്കെ കാണുന്നു നമ്മൾ. ഇല്ല, ഇർഫാൻ അവിടെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്, ഒരു മ്യൂസിക്കിൻ്റെ കോഴ്സ് പുറത്ത്, എന്താ ശങ്കർ മഹാദേവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ആ സമയത്ത് അഫിനുവിൻ്റെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ പകല് പിന്നെ സമരം, രാത്രി രാത്രി ലൈബ്രറിയും പിന്നെ ഇങ്ങനെ പതുക്കെ കോയാലിൻ്റെയും കബീറിൻ്റെ ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസിൽ കബീർ ഇതുപോലെ സിവിൽ സർവീസിന് വേണ്ടി വന്നിട്ട് പിന്നെ ഇതിലേക്ക് മാറിയ ആളാണ്, അക്കാഡമിക്സും കാരണം ഈ അക്കാഡമിക്സിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് നമ്മുടെ വരുന്നു. ഈ വിസ്റ്റത്തിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ 5 വർഷം ആ ഒരു ഉം. പ്രോഗ്രാം, ഉം. 2 വർഷം എന്ന് പറഞ്ഞാൽ ഈ +1 +2 ആണ്. പ്ലസ് വൺ അത് നാട്ടിലായിരിക്കും. നാട്ടിൽ എന്നിട്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോവാ. എക്സാം എഴുതുന്നു, കിട്ടുന്നവർ അവിടെ തുടരും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇരിങ്ങല്ലൂർ തന്നെ തുടരാന്നുള്ളതിൽ ഓക്കെ. അങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സിവിൽ ഉന്നയിലൊരു സർവീസ് നമുക്ക് വേണ്ട സമരത്തിന് പോയ സാധനമല്ല. കഥയുണ്ട്. അതൊക്കെ അതൊക്കെ അതിൻ്റെ ഇടയിലാണ്. അത് നമ്മൾ പിന്നെ മേവാനിയുടെ ജിഗ്നേഷ് മേവാനിൻ്റെ മേവാനിയുടെ. ഒരു ദിവസം കോയാലി വന്നിട്ട് പറയുന്നു ഞാൻ ഉനയെ പോവാണ്. പിന്നെ ജിഗ്നേഷ് മേവാനിൻ്റെ കാരണം നമ്മൾ അറിയുന്നുണ്ട്, കാരണം ആ സർക്കിളാകുമ്പോൾ പിന്നെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അങ്ങനെ കബീർ, ഞാൻ, പിന്നെ നമ്മളൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡി യുവിലുള്ളൊരു ജോയ്സ്, പിന്നെ അവളൊരു ഫ്രണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അന്നേ ട്രെയിനൊന്നുമില്ല, കള്ളവണ്ടി കയറി പിന്നെ അഹമ്മദാബാദ് വരെ പോവാം. ഭയങ്കര രസമായിരുന്നു ആ യാത്രയൊക്കെ ഡൽഹിയിൽ നിന്ന്. എന്നിട്ട് അഹമ്മദാബാദിൽ നിന്ന് പിന്നെ ഒരു ലോറിയിലൊക്കെ കയറിപ്പോയി, കാരണം ഒരുപാട് ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യ മൊത്തം മുനയിലേക്ക് ഒഴുകുകയാണ്. അതെ. അവിടെ ഭയങ്കരമായിട്ട് പിന്നെ RSSൻ്റെ ഭയങ്കര ത്രെട്ട് ഉണ്ട്, അക്രമങ്ങളുണ്ടാവും. ഈ അപ്പോൾ തോലെടുത്തിട്ട് ആ ഉപജീവനം നടത്തിയിരുന്ന ഒരു അവരെ കാസ്റ്റ്. അവരെ പിന്നെ ആക്രമിക്കുന്നു. അത് കണ്ടിട്ടാണ് മൊത്തത്തിൽ ദളിത് സംഘടനകളും ബാക്കിയുള്ള ആളുകളൊക്കെ അവിടേക്ക് ഈ എന്തോ ജാഗരൺ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് അവിടെ എത്തുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് അവിടെ ഏറ്റവും രസമുള്ളൊരു ഓർമ്മ, അവിടെ ഇതുപോലെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ പോലത്തെ ഒരു വലിയൊരു ഇങ്ങനെ നടുമുറ്റൊക്കെയുള്ള ഒരു വീടെടുത്തിട്ടാണ് പുറത്ത് മുഴുവൻ ആളുകൾ കാവൽ നിൽക്കുന്ന പോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസും ദളിത് ആദിവാസി ലീഡേഴ്സും പിന്നെ ആക്ടിവിസ്റ്റുകളൊക്കെ വന്ന് അവിടെ എന്നിട്ട് പാട്ടും രാത്രിയൊക്കെ ഭയങ്കര രസമായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു കോൺഫറൻസ് ഉണ്ടായിരുന്നൊക്കെ. നല്ല രസമുള്ളൊരു ഈ അനുഭവമായിരുന്നു. ഇസാനുൽ ഇഹ്തിസാം എന്ന് പറഞ്ഞ അക്കാഡമീഷ്യൻ സത്യം പറഞ്ഞാൽ ജിഗ്നേഷ് മേവാനി അടക്കമുള്ളവരുടെ സംഭാവന കൂടിയാണെന്ന് പറയാം അല്ലേ? ആ അല്ലെങ്കിൽ സിവിൽ സർവീസിലോട്ടൊക്കെ പോകേണ്ടി വന്ന ഒരാളാണ്. അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പിന്നെ എല്ലാവരും ഇൻഫ്ലുവൻസ് ഉണ്ട് ആ സമയത്ത്. പൊളിറ്റിക്സ് പിന്നെ എന്താണ് സിവിൽ സർവീസ് ഒന്നും ചെയ്യണം അത് ജിഗ്നേഷിനെ കാണുമ്പോൾ ഞാൻ പറയാം. അത് അതെ. അന്ന് പറയാം, ഫോട്ടോസൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഈ ഉണ്ട്. BA പ്രോഗ്രാം എന്നുള്ളത് പിന്നെ ജാമ്യയിൽ തന്നെയാണോ അങ്ങനത്തെ ആ കോഴ്സ് ഉള്ളത്? നമ്മൾ ഒരു എല്ലാം പഠിക്കുന്നല്ലേ, അത് എല്ലാത്തിൻ്റെയും നമുക്ക് ഒരു ഇപ്പോൾ പിന്നെ 2 മേജർ ലാംഗ്വേജുകൾ മേജർ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഹിസ്റ്ററി ഞാൻ ഉണ്ടായിരുന്നു ഹിസ്റ്ററിയും ജിയോഗ്രഫി എടുത്തിരുന്നത്. അത് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ആ രൂപത്തിൽ. ഡിസൈൻ ചെയ്ത കോഴ്സാണത്. അപ്പോൾ ഈ JNUയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാമ്യയിൽ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഹോസ്റ്റലിലായിരുന്നു, ഓർമ്മ ഉണ്ടാവും, ബി ആർ അംബേദ്കർ. അംബേദ്കർ ഹോസ്റ്റലിൽ. അപ്പോൾ ഈ നമ്മൾ ഞാൻ താഴത്തെ ഫ്ലോറിലാണ്. അപ്പോൾ PGക്കാർക്ക് വളരെ കുറവാണ് അവിടെ കിട്ടല് ഹോസ്റ്റൽ കിട്ടുക, അവിടുത്തെ ഹോസ്റ്റലിൽ കിട്ടുക. അല്ലാമയിലാണ് അത് അപ്പോൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടായിരിക്കും ഞാൻ നമ്മുടെ IFS ഫസൽ ഒക്കെ അവിടെ ആയിരുന്നു. ഞങ്ങളുടെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് ഇസാൻ റൂം, 115-ാം മുറി. അപ്പോൾ ഒരുവിധം മലയാളികളുടെ അഭയാണ് ദർവേഷ് ഇൻകലാബിൻ്റെ. അതെ, ഒരു കേരള മുസ്ലിം ഒരു കേന്ദ്രം, അതല്ല മൊത്തം മലയാളികളുടെ ഒരു കേന്ദ്രമായിരുന്നു. സ്മൃതിയുടെ കൂടിയാലോചനകൾക്കും അവിടെ തന്നെ എല്ലാവർക്കും വന്ന് അടിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു അത്. അതുകൊണ്ട് പൊതുവേ ഞാൻ രാത്രി അവിടെ നിൽക്കൽ കുറവായിരുന്നു. ഞാൻ ലൈബ്രറിക്ക് ഓടലായിരുന്നു. പക്ഷേ രാത്രി അവിടെ വലിയൊരു കോൺഫറൻസ് അവിടെ എല്ലാവരും നടക്കും. ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അവസാനം ഈ സാധനം തണുക്കൂല എന്ന് തോന്നണില്ലേ? ഞാൻ തന്നെ എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ഈ ഞങ്ങളൊക്കെ സ്വെറ്ററിൻ്റെ മേലെ സ്വെറ്റർ ഇട്ടിട്ട് തെർമൽ ഇട്ടിട്ടൊക്കെ നടക്കുമ്പോഴും വെറുതെ ഒരു ഷോൾ ഇട്ടിട്ട് കൊടുത്തിട്ട് നടന്നിരുന്നല്ലോ. തണുപ്പ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര തണുപ്പ് അങ്ങനെ ബാധിക്കാറില്ല. പിന്നെ ആ സമയത്ത് ഷോൾ ഇടുക, കുർത്തിടുക, അതൊക്കെ ഉള്ളതൊരു ഇതാണ്. ഷോൾ തന്നെ ഒരു ഐഡന്റിറ്റി. അതിപ്പോൾ ഷിക്കാഗോ പോയിട്ടും ഞാൻ ഡിസംബറിലൊക്കെ മഞ്ഞ് വരുന്ന സമയത്തൊക്കെ ക്രോക്സ് ഇട്ട് നടന്നിട്ടുണ്ട് അവിടെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് ഞാൻ ആദ്യത്തെ ഷൂ വാങ്ങുന്നൊക്കെ അവിടെ ചെന്നിട്ട്, കാരണം ഷൂ എനിക്ക് തീരെ ഇടാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ ഈ നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ആവുന്ന സമയത്ത്, അപ്പം എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയർ ആയിരിക്കും അല്ലേ? അല്ല, എൻ്റെ ഫസ്റ്റ് ഇയർ തന്നെ. നിങ്ങൾ 15 വന്നല്ലേ? അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറിലോട്ട് മാറുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മാറി, JNUയിലോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവരുടെ പേരെന്തായിരുന്നു, നമ്മുടെ ചുമരുമൽ വന്നിട്ട് മലയാളികളുടെ അച്ചീവ്മെൻ്റ് ചെയ്തിട്ടത്, നമ്മുടെ ഈ കഠിന കടോരമി അണ്ടകടാഹത്തിൻ്റെ ഒക്കെ അംജദ് വന്നിട്ട് എഴുതിയിടുന്നുണ്ടല്ലോ ഓരോരുത്തർ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ സാഹിൽ
IIT അല്ലേ, പിന്നെ ഇസാൻ JNU, അങ്ങനെ. അപ്പോൾ അതാണ് JNUയിലോട്ടുള്ള ഇസാൻ്റെ ഒരു ട്രാൻസിഷൻ എൻ്റെ മനസ്സിലിങ്ങനെയുള്ളത്. ആ ചുമരിൽ എഴുതിയിട്ട സംഗതിയാണ്. ബിഷിർ ഉണ്ടായിരുന്നു. അങ്ങനെ JNUയിലെത്തി. JNU എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റിഗറസ് ആയിട്ട് അക്കാഡമിക്സിലോട്ട് മാറുന്ന ഒരു സമയമുണ്ട്. എനിക്ക് നമ്മൾ കോമ്പസ് അടക്കമുള്ള പ്രൊജക്റ്റൊക്കെ ആ സമയത്തല്ലേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി സൗണ്ടുമായി ബന്ധപ്പെട്ട് ഗവേഷണം ചെയ്തിരുന്നൊരു സമയം കൂടിയാണല്ലോ ഈ ഹിസ്റ്ററി ഓഫ് സൗണ്ടും ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള തിബാക്കിൽ. അതെ അതെ അതെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജുലേനയിലൊരു ഖറാനേറ്റ് അവിടെ ഒരു ദില്ലി ഖറാനിൻ്റെ ഒരു സാധനാ കേന്ദ്രം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ആചാര്യ ശ്രീ മോഹൻദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ അടുത്തുനിന്നാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ സ്വരങ്ങളൊക്കെ പഠിക്കുന്നതും പ്രോപ്പറായിട്ട് ഒരു വർഷം അവിടെ. എനിക്ക് ഓർമ്മയുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ. അതെ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു യുഎസിലൊക്കെ പോയതിനു ശേഷം? ഇല്ല, അതിനുശേഷം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഇല്ലല്ലേ. ഞാൻ ഇടയ്ക്കൊന്ന് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാൻ എനിക്കൊന്ന് നമ്പർ മാറ്റി എന്തോ ചെയ്തിട്ടുണ്ട് ആള്. പക്ഷെ ഇപ്പോഴും ഡൽഹി പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും. പക്ഷെ എന്തോ ഒരു ധൈര്യക്കുറവുള്ള പോലെ. കാരണം ഞാനിങ്ങനെ പോവാണെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഉസ്താദ് പിന്നെ ഇക്ബാൽ അഹമ്മദ് ഖാൻ ദില്ലി ഖറാൻ്റെ ഖലീഫായിരുന്ന മൂപ്പരെ കീഴിൽ പിന്നെ ജയിനുള്ള സമയത്ത് കുറച്ചു കാലം പഠിച്ചത്. പിന്നെ കൽക്കത്തയിൽ പോയിരുന്നില്ലേ? അതിന് ഷിക്കാഗോക്ക് പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് കൊൽക്കത്തയിൽ പോയിട്ട് കുറച്ച് സമയം സരോദ് പഠിച്ചിരുന്നു. ഇർഫാൻ മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലക്നൗ ഷാജഹാൻപൂർ ഖരാനൻ്റെ ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന്. ദില്ലി ഖരാനൊക്കെ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രഡീഷനാണോ? പിന്നെ പക്ഷേ ഉസ്താദ് മരിച്ചതിന് ശേഷം മൂപ്പരായിരുന്ന ഖലീഫ മരിച്ചതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു പ്രതിസന്ധി ഉണ്ട്. എന്തായാലും ഒരുപാട് സീനിയർ മ്യൂസീഷ്യൻസ് ഉണ്ടെങ്കിലും ഖലീഫയായിട്ട് മൂപ്പര മോനെയാണ് ആക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആൾ ചെറിയ കുട്ടിയാണ്, ആൾ പഠിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇപ്പോൾ ഇപ്രാവശ്യം ഡൽഹി പോയ സമയത്ത് നവംബറിൽ ഡൽഹി ഉണ്ടായിരുന്ന സമയത്ത് ഒക്ടോബറിൽ ഡൽഹി ഉണ്ടായിരുന്ന സമയത്ത് ഉസ്താദിൻ്റെ പിന്നെ ഉറൂസിൻ്റെ പരിപാടികളൊക്കെ വെച്ചിരുന്നു. ഒരുപാട് പഴയ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. ഒരു ദിവസം രാത്രി ഉസ്താദിൻ്റെ മോളെ ഫ്ലാറ്റിൽ ദില്ലിയാൻ്റെ ഒരുപാട് മ്യൂസീഷ്യൻസൊക്കെ വന്നിട്ട് ഹാസിരികളുണ്ടായിരുന്നു. അവർ പിന്നെ പാടലും പറയലൊക്കെ ആയിട്ട് കുറേ. നമ്മളൊരിക്കലും നിസാമുദ്ദീൻ ദർഗയിൽ പോയത് സനോർമുണ്ടോ അറിയില്ല. നമ്മളപ്പോൾ ഈ ഖവാലിയുള്ള ദിവസം അപ്പോൾ ഈ ഖവാലിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് അവർ കൈമുട്ടുന്ന രീതിയ സൗണ്ട്, ഖവാലികളുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ട്രഡീഷനെ കുറിച്ചൊക്കെ അന്ന് എനിക്ക് തോന്നുന്നത് JNUയിലുള്ള സമയത്താണ് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം ഉണ്ടല്ലോ JNUയിൽ ഈ ഹിസ്റ്ററി ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ കുറച്ചും കൂടി താല്പര്യം ഉണ്ടായിരുന്ന ഒരു സമയം. മാത്രമല്ല അതേ സമയത്ത് തന്നെ ദില്ലി ഖരാനയുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഈ ഭക്തി ഗാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സൂഫി ട്രഡീഷണലായിട്ടുള്ള ഖവാല് പോലുള്ള സംവിധാനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ നമുക്ക് ഖവാല് എന്നുള്ളത് അത്ര ഒരു ട്രഡീഷൻ അല്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. നോർത്തിൽ അങ്ങനെയല്ല, വളരെ സ്വാധീനമുള്ള ഒരു സംഗതിയാണ്. ഇപ്പോഴും ഒരു സെക്യുലറായിട്ടുള്ള ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തിലുള്ള ഒരു പരിപാടിയൊന്നും വേണമെന്നില്ല. അവിടത്തെയും പ്രധാനപ്പെട്ട ഒരു മ്യൂസിക്കൽ ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഖവാലി ആയിരിക്കും. അത് ഇവരെ തന്നെ കൊണ്ടുവന്നിട്ട് നിസാമി ബ്രദേഴ്സിനെ കൊണ്ടുവന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യിക്കുക. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ഖവാല് ഒക്കെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ ഭക്തിയെ രൂപീകരിച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഒന്ന് ഖവാലിയായിട്ടുള്ള റിസർച്ച് എനിക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകാൻ പറ്റിയില്ല. എൻ്റെ തുടക്കത്തിൽ എൻ്റെ ഉദ്ദേശം ഖവാലിയെ പറ്റി പഠിക്കുക എന്നൊക്കെ ഉള്ളായിരുന്നു JNU ഉണ്ടാകുന്ന സമയത്ത് PhDക്ക് വേണ്ടിയിട്ട്. പിന്നെയാണ് ഒക്കെ മലബാർ ഹിസ്റ്ററിയിലേക്കും വായനകൾ വന്നിട്ടൊക്കെ മലബാറിൽ തന്നെ സൂഫിസും ഇതിനെ പറ്റിയൊക്കെ പഠിക്കാൻ ഇപ്പോഴും കൃത്യമായിട്ട് പഠിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പോകുന്നത്. പക്ഷേ ആ സമയത്ത് ഒരുപാട് വന്ന വർക്കുകൾ, ഇപ്പോൾ റഗുല ബുക്കാട്ട് ഖുറേഷി എന്ന് പറഞ്ഞിട്ടുള്ള ഏർലിയസ്റ്റ് ഖവാലിനെ പറ്റിയൊരു തിസീസൊക്കെ വന്നിട്ടുണ്ട്, പുസ്തകമുണ്ട്. പിന്നെ ചെറിയൊരു ആളുകളുടെ വർക്കുകളും ഒക്കെ വായിക്കുന്ന ആ സമയത്ത്. അപ്പോൾ ഖവാലിനെ പറ്റി അത്ര ഭയങ്കര പിന്നെ ഇപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് പിന്നെ മെഹ്ഫിൽ സമയമാണെങ്കിലും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഷിക്കാഗോയിൽ ഞാനും തൊമാലും തുടങ്ങിയിട്ടുള്ള പിന്നെ എന്താണ് ട്രൂപ്പാണെങ്കിലൊക്കെ നമ്മൾ അമീർ ഖുസ്രുവിൻ്റെതാണ് നമ്മൾ ഇപ്പോഴും പിന്നെ ഷിക്കാഗോ മെഹ്ഫിൽ എന്ന് തുടങ്ങി. പിന്നെ നമ്മളൊരു വേറെ ട്രൂപ്പും ഹംനവായി എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ അമീർ ഖുസ്രുവിൻ്റെ രചനകളും അവരുടെ പഴയ ട്രഡീഷനുകളൊക്കെയാണ്. കാരണം ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ, അതായത് ഒരു 15ഓളം പിന്നെ ജോൺറകൾ തന്നെ അമീർ ഖുസ്രുവിൻ്റെതായിട്ട് ഉണ്ട്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഗസൽ ഖവാലി ഒക്കെയാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് ബാരാമാസ,
ഹവാ ബസീത്ത്, ജൂലിയ ഗീത്, സാവൻ ഗീത്, ബ്യാഹൻ ഗീത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരുപാട് അവിടുത്തെ ഫോക്ക് ട്രഡീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് നമ്മളിങ്ങനെ പതുക്കെ പഠിച്ച് അതിങ്ങനെ എൻലൈവ് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ ഈ ട്രൂപ്പുകളൊക്കെ തുടങ്ങുന്നത്. വസന്ത പഞ്ചമിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ട്രഡീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതെ. നമ്മൾ ഈ സിൻക്രറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിൻ്റെ വളരെ മനോഹരമായ ഒരു സംഗതിയാണ് സത്യം പറഞ്ഞാൽ വസന്ത പഞ്ചമിയുടെ അന്ന് നിസാമുദ്ദീൻ വലിയുടെ സർക്കാർ നിസാമുദ്ദീൻ വലിയുടെ ദർഗയിലേക്ക് മഞ്ഞ അതെ അതെ അതിൻ്റെ ഒരു ഷെയ്ഡിലാണല്ലോ ആളുകൾ വരുന്നത്. അതെ അതെ മഞ്ഞ ടർബൻ, മഞ്ഞ ചുരിദാർ, അതെ മഞ്ഞ മഞ്ഞ സൽവാർ പൂക്കളൊക്കെ കമീസ്, ആയിട്ട് പൂക്കള്. അപ്പോൾ അന്നത്തെ പിന്നെ അവർ അപ്പോൾ പാടുന്ന സംഗതികൾ വേറെ തന്നെയാണോ? ഈ ഖവാലും ഗസലും അല്ലാത്തത്? ആ അത് പിന്നെ അത് ഈ പിന്നെന്താണ് സാവൻ ഗീത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഈ വസന്ത പഞ്ചമീൻ്റെ പ്രത്യേകിച്ച് അതിനു വേണ്ടി പാടാൻ തന്നെ അമീർ ഖുസ്രു ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ സക്കലുബന് പൂല് രഹി സർസോ ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് അതെ അതെ, വന്നിട്ടുണ്ടായിരുന്നു. അത് സഞ്ജയ് ലീല ബൻസാലി അത് ചെയ്യുകയും ചെയ്തു. ആ നിങ്ങളൊരു സാധനം കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ അതിൻ്റെ ഒരു കവർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതിന്റെ അമാനി പേര്? എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇതൊക്കെ ചെയ്യുന്ന അതെ, അതിന്റെ പേരെന്തായിരുന്നു? എൻ്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബഹാർ. ബഹാർ ബഹാർ. ബഹാർ ദ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതെ അതെ, അത് ഞാനത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ഇതിട്ടുണ്ട്. അപ്പോൾ ബൻസാലി, ഞാൻ സഞ്ജയ് ലീല ബൻസാലി. അപ്പോൾ ഞാൻ അപ്പോഴും എനിക്കിത് അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത് ഈ ഓക്കെ ട്രഡീഷൻ്റെ ഭാഗമാണ്. നമ്മളെ സക്കലുബനല്ല പൂലിക്കലെ ബഗിയനുമേ എന്ന് പറഞ്ഞിട്ട് അതും ഈ ഒരു അതന്നെ ഇതിൽ കോണ്ടക്സ്റ്റിൽ പാടുന്നതാണ്. അതെ പിന്നെ അത്. അപ്പോൾ ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗസലുണ്ട്, കവാലി ഉണ്ട്, പിന്നെ വേറെ കുറെ സാധാരണ സോങ് പറയാത്തൊരു പാട് സാധനം. ഇത് ഇത് പിന്നെ ഈ സീസൺ ഓറിയൻറ്റഡ് ആണോ എന്താണ്? അങ്ങനെ പറയാന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ വസന്ത് പഞ്ചമിയുടെ സൂഫി ലൈഫ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അപ്പോൾ അതിലിപ്പോൾ വസന്ത് പഞ്ചമി ഇങ്ങനത്തെ ഉണ്ട്. പിന്നെ മെഹ്റോലി വെച്ചിട്ട് ഷഫീഖ് ഭായനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് മെഹ്റോലിയുള്ള ഈ ഫൂൽവാലോം കി സൈർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. പൂക്കച്ചവടക്കാരുടെ ഒരു പിന്നെ ഒരു ഫെസ്റ്റിവൽ, അതിന് പാടുന്ന പാട്ടുകൾ, പിന്നെ കല്യാണത്തിന് പാടുന്ന പാട്ടുകൾ, പിന്നെ ഊഞ്ഞാലാട്ടുമ്പോൾ പാടുന്നു, അങ്ങനത്തെ പാട്ടുകളുണ്ട്. പിന്നെ സൂഫിയാക്കളെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ മരിക്കുമ്പോൾ പിന്നെ എന്താണ് ഉറൂസ് എന്ന് പറയുന്ന നമ്മൾ പിന്നെ അതിൽ പാടുന്ന ബ്യാഹൻ ഗീത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എന്താ വെച്ചാൽ ഒരു ഭൗതികമായിട്ടുള്ളൊരു അർത്ഥം ഉണ്ടാവും, പിന്നെ എന്താണ് ആധ്യാത്മികമായിട്ടുള്ളൊരു അർത്ഥം ഉണ്ടാവും. അതെ, പലതരത്തിലുള്ള അങ്ങനെ ഒരുപാട് ഇത് മാത്രമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ബാരാമാസം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിന്ദി പിന്നെന്താണ് ലിറ്ററേച്ചറിൽ പ്രേമാഖ്യാനുകൾ മുതൽ 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ബാരാമാസൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണുന്നുണ്ട്. അതായത് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അധികം വിരഹത്തിൻ്റെ ഒരു സമയമാണ്. മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുമ്പാണ് ബിലവഡ് വീട് വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാകുക. അപ്പോൾ ആ മഴക്കാലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വിരഹങ്ങളുടെ ഇപ്പോൾ അബ്രമി ബാർ എന്ന് പറഞ്ഞിട്ടുള്ള അമീർ ഖുസ്രുവിൻ്റെ ഇതിലൊക്കെ മഴക്കാലം എപ്പോഴും മണ്ണിൻ്റെ സ്മെല്ല് ഇതൊക്കെ ഭയങ്കര വിരഹത്തിൻ്റെ ഇത് പറയുന്നു. ബാരമാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെയുള്ള 12 മാസം ഈ പ്രണയിനി വീട്ടിലിരുന്നിട്ട് ബിലവഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 12 മാസത്തെ ആ മാസത്തിൻ്റെ ഋതുക്കളപ്പെടുത്തിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് സോങ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പിന്നെ ഈ ട്രഡീഷൻ കാണാൻ പറ്റും. ഞാൻ ഈ ബിലവഡ് പ്രണയിനോട് ഞാൻ പറയണ ഈ ഇപ്പോൾ മലബാറിലെ പേർഷ്യനേറ്റ് കൾച്ചറിനെ കുറിച്ചിട്ട് ഡോക്ടർ സിമിനോട് കൂടിയിട്ടൊരു പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പേർഷ്യനേറ്റ് മലബാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും ഒക്കെ ഈ പേർഷ്യൻ സ്വാധീനമായിട്ട് നമ്മളുടെ ഒരു കോസ്മോ എന്തായാലും പറയാം, ഒരു സാർവദേശീയമായിട്ടുള്ള ഒരു സംഗതി എല്ലാ മേഖലയിലും മലയാളികൾക്ക് മലബാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഒരു സംഗതിയാണല്ലോ. അപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാന്ന് പറയുന്നത്. ആ പഠനത്തിൻ്റെ ഒരു ഗവേഷണ താല്പര്യം എങ്ങനെയായിരുന്നു? ഒന്നെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഞാൻ അധികം എഴുതുന്ന സമയത്ത് നമ്മൾ ആംഗ്ലോഫോൺ അക്കാഡമിക്ക് വേണ്ടി ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിലും ഇപ്പോൾ നാട്ടിൽ ഒരുപാട് റീഡേഴ്സ് ഉണ്ട്. അപ്പോൾ പല ചോദ്യങ്ങളും നമ്മളത് എപ്പോഴും ആംഗ്ലോഫോൺ അക്കാഡമിയിൽ എന്താണോ അവിടെ സ്കോളർഷിപ്പിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു കൺസേൺ. പക്ഷേ ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുള്ള ലോക്കൽ സ്കോളേഴ്സിൻ്റെ ഒരു കൺസേൺ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് അതിലേക്ക് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രൂപത്തിൽ അവർ കൂടി ഇത് വായിക്കുന്നുള്ളല്ലോ. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നതാണ് ഓക്കെ ബദറുൽ മുനീർ ജമാൽ പേർഷ്യൻ കാവ്യമാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹമീദിനും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാത്ത പോലും ഹമീദ് പേർഷ്യൻ കാവ്യമാണെന്നുള്ളത് ഇവിടെ നമ്മളെ ഇതിൽ കിടക്കുന്നുണ്ട്. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു അറബി മലയാള കാവ്യം മുഹിദ്ദീമാല പോലെ തന്നെ അത്രയും പോപ്പുലറാണ്. നേരെ ഓപ്പോസിറ്റിൽ ഒരു ട്രഡീഷനിൽ നിൽക്കുന്ന ബദറുൽ മുനീർ ജമാൽ. അപ്പോൾ ഈ ബദറുൽ മുനീർ ജമാൽ എങ്ങനെയാണ് പേർഷ്യൻ ആയതെന്നുള്ളത് അത് എപ്പോഴും എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു.
എത്രത്തോളം എന്ന് വെച്ചപ്പോൾ 1899 പിന്നെ ഫോസെറ്റ് കേരളത്തിൽ ഒരുപാട് കൾച്ചറൽ പിന്നെ സ്റ്റഡീസിൻ പിന്നെ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചറിനെ പറ്റിയൊക്കെ പഠനം നടത്തിയിട്ടുള്ള ഫോസെറ്റ് കൊളോണിയൽ എത്നോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന ആള് അന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മാപ്പിളമാർക്ക് ഇങ്ങനത്തെ ലിറ്ററേച്ചർ ഒക്കെ കിട്ടുന്നത്. ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇത്രയും ഹൈ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സോ കോൾഡ് ഹൈ ലിറ്ററേച്ചർ കണ്ടിട്ടുള്ളൂ. എങ്ങനെ തല്ലും പിന്നെ പിടിയൊക്കെ ആയിട്ട് നടക്കണ മാപ്പിളമാർക്ക് ഇവിടുന്ന് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ലിറ്ററേച്ചർ എവിടെ നിന്നാണ് കിട്ടണതെന്നൊക്കെ ഉള്ള മൂപ്പരൊരു പിന്നെ എന്താണ് അതിശയം കൂറുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കോളേഴ്സ് ഒരുപാട് ഇത് പേർഷ്യനാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് എങ്ങനെ പേർഷ്യനായി എന്നുള്ളത് എപ്പോഴും കൺസേൺ ആകും. അപ്പോൾ ഫോസെറ്റ് പറയുന്നുണ്ട് ഇത് പിന്നെ നമുക്ക് എന്താണ് സിഹറുൽ ബയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യയിൽ കാണുന്നൊരു ഉറുദുവിലോ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കാവ്യമുണ്ട്. അതിന് ആദ്യത്തെ കഥ പോലെ കാണുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ അപ്പോൾ നമ്മൾ അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ആർട്ടിക്കിളുകൾ പിന്നെ വന്നിട്ടുണ്ട്, അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ല അത് മൂപ്പരുടെ ഒരു എന്താ പറയുക എന്താണ് അറിവിൻ്റെ പുറത്തുനിന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഒരു വലിയൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്. സാധാരണ സൂഫി കോട്ടുകളിൽ ഉണ്ടായി വരുന്ന ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുവിയിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഏളി വെർണാക്കുലറിൽ ഒന്നാണല്ലോ ഹിന്ദുവി. 14ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കൃതികളുണ്ട്. അപ്പോൾ ചാന്തായൻ, പിന്നെ മിർഗാവതി, മധുമാലതി, പത്മാവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികളുണ്ട്. അതൊക്കെ ഈ ബദറുൽ ജമാൽ പോലത്തെ കഥകളാണ്. ഒരു രാത്രി ജിന്ന് പിന്നെ എന്താണ് പ്രണയിക്കുന്ന ഒരാളെ പിന്നെ അപഹരിക്കുന്നു, പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ 7 ആകാശവും 7 കടലൊക്കെ കടന്ന് വരുന്ന ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു റീയൂണിയനാണ് ബിലൗഡായിട്ടുള്ളത്. ഈ ഒരു ട്രഡീഷൻ്റെ അകത്ത് ശരിക്കും ഇത് വായിക്കണം. അതിന് അവധി സൂഫി പ്രേമാക്കിയാണെന്ന് സാധാരണ പറയാറുള്ളത്, സൂഫി റൊമാൻസ്. അത് ഈ കുറേ ഉണ്ട്. ഇപ്പോൾ രാജസ്ഥാനി ഫോക്ലോറിലൊക്കെ പഹേലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പറഞ്ഞല്ലേ ജിന്ന് കൊണ്ടുപോകുന്നു. അതൊരു ട്രോപ്പാണ് ശരിക്കും. അപ്പോൾ ആ ട്രോപ്പിനെ ഐഡൻറ്റിഫൈ നമ്മൾ സിഹറുൽ ബയാൻ എന്ന് പറയുന്നത് അതിലൊരു ഇതില്ല. കാരണം സിഹറുൽ ബയാനെ പോലെ ഒരുപാട് അത് സിഹറുൽ ബയാൻ റെപ്രസെൻറ്റ് സിഹറുൽ ബയാൻ വരുന്നത് ആ ഒരു ട്രഡീഷൻ്റെ ഒരു ഏകദേശം അവസാന കാലത്താണ്. അതായത് പേർഷ്യൻ പറ്റ ആളുകൾ എടുത്ത് മതിയാക്കി ഹിന്ദി പിന്നെ ഉറുദു എന്നുള്ളൊരു ലാംഗ്വേജിൻ്റെ ഒരു ഇതൊക്കെ വരുന്ന സമയത്താണ് ഉറുദുവിലാണ് സിഹറുൽ ബയാൻ മീർ ഹസൻ എഴുതുന്നത് 1760കളിൽ. അപ്പോൾ അതൊരു വലിയൊരു ട്രഡീഷണൽ റെപ്രസെൻ്റ് ചെയ്തു. പക്ഷെ അത് മലബാറിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറയുന്ന കൊണ്ടോട്ടി തങ്ങൾ വഴി അത് മലബാറിലേക്ക് എത്തുകയും ആൾ വന്നപ്പോൾ ഒരുപാട് പോയറ്റ്സിനെ പിന്നെ മലബാറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂപ്പരുടെ. കാരണം ഒരു സൂഫി മൂവ് ചെയ്യാന്ന് പറഞ്ഞത് ഒരു വലിയ റെറ്റിന്യൂ. അതിൽ പോയറ്റ്സ് ഉണ്ടാവും, പിന്നെ മറ്റുള്ള ആളുകളുണ്ടാവും, സാധാരണ ജനങ്ങളുണ്ടാവും. അതൊരു കോർട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ കെ സുദറാസ് ബന്ദനവാസ് എന്ന് പറയുന്ന ഗുൽബർഗയിൽ സൽത്തനത്ത് സമയത്ത് മുമ്പ് മൂവ് ചെയ്തപ്പോൾ അതൊരു വലിയൊരു ടീമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിലുള്ള പോയറ്റ്സിന് ഒരുപാട് ലൈബ്രറികൾ അവർ ക്യാരി ചെയ്യുന്നുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഒരു സൂഫി കോർട്ടിൽ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്ഷനാണ് പിന്നെ മൊയ്ൻകുട്ടി വൈദ്യർ ലേറ്റസ്റ്റ് സമയത്ത് 1870s അതിൻ്റെ ഒരു അവസാനത്തെ കണ്ണി എന്നുള്ള രൂപത്തിൽ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ അതിനെ ഹിസ്റ്റോറിക്കലി പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വായന നടത്തിയതാണ്. ഈ മിഡീവൽ കാലത്ത് പ്രത്യേകിച്ച് ഏർലി മിഡീവലിലൊക്കെ ഉള്ള ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള പൊളിറ്റിക്കൽ ഐക്കൺസ്, സ്പിരിച്വൽ ഐക്കൺസ്, അവരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രിവിലേജിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗം കൂടിയാണല്ലോ അവരുടെ കാരവൻ പോകുന്ന സമയത്ത് അതിൽ പണ്ഡിതരുണ്ടാവുക, ബഹുഭാഷ കച്ചവടക്കാരുണ്ടാവുക, ഫിലോസഫേഴ്സ് ഉണ്ടാവുക എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഫോസെറ്റ് നിരീക്ഷിക്കുന്ന ഒരു സംഗതി, ഇപ്പോൾ മലബാറിലെ മാപ്പിള എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ വളരെ സോഫിസ്റ്റ്, അതൊരു ഐറണിയും കൂടെ തന്നെയാണല്ലോ. വളരെ ബാർബറിക്കാണ് മാപ്പിള എന്ന് ചിത്രീകരിക്കുന്ന ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റിക് ആയിട്ടുള്ള പഠനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഐറണിയും കൂടി ഇവിടെ നേരത്തെ ഉയർന്നു വരികയാണല്ലോ ഈ രൂപത്തിൽ. വളരെ റൊമാൻറ്റിക് ആയ അല്ലെ, വളരെ 1600 മുതൽ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. മലയാളത്തിൽ അവരുടെ സ്വന്തം ഭാഷയിൽ തന്നെ 1600 മുതൽ ലിറ്ററേച്ചർ. അതിന് മുമ്പ് അറബിയിൽ ലോകം മൊത്തം പ്രചരിച്ചിരുന്ന പുസ്തകങ്ങൾ 1400 മുതൽ തന്നെ മലബാരി സ്കോളേഴ്സ് എഴുതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും നോളജ് പ്രൊഡക്ഷനിലും ലിറ്ററേച്ചറിലേക്ക് അത്രയും വലിയ കോൺട്രിബ്യൂഷൻ 1400 മുതലെങ്കിലും നമുക്കിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ മലബാറിലോട്ട് തന്നെ തിരിച്ചു വരാം. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ ഈ അമീർ ഖുസ്രുവിൻ്റെ ഒക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നിസാമുദ്ദീൻ ദർഗയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമീർ ഖുസ്രുവിൻ്റെ അടുത്ത് കൂടെയാണ് ഈ പോകുന്നത്. പല ആളുകൾക്കും അമീർ ഖുസ്രുവിൻ്റെ ഒരു ആ വിലായത്തിൻ്റെ ഒരു ഇതാണെങ്കിലും ആ ഒരു പേഴ്സ്പെക്റ്റീവ് പലപ്പോഴും നമ്മൾ അറിഞ്ഞു പോകാറില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ്റെ കൾച്ചറിൻ്റെ ഇപ്പോൾ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഗർ കൂടിയാണല്ലോ അമീർ ഖുസ്രു. ഉറുദു ലാംഗ്വേജ് ആവട്ടെ, അവിടെ ഉണ്ടായിരുന്ന ഈ കാവ്യ ഭാവുകത്വങ്ങൾ രൂപപ്പെട്ടതാവട്ടെ, വിഷയങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വളരെ നിങ്ങൾ ഈ ഹിന്ദവി
ആ ട്രഡീഷനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ഭാഷാപരമായ വലിയൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഉം. അതായത് നമ്മളിപ്പോൾ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്നത് ഹിന്ദിയിലല്ല, ഉറുദുവിലും അല്ല, നമ്മളൊരു ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞൊരു ഒരു സാധനത്തിലല്ലേ. ഇപ്പോൾ ബോളിവുഡ് നിൽക്കുന്നത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞതാണ്. പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയേക്കാൾ കൂടുതൽ ഉറുദു സ്വാധീനമാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർത്തിൽ കാണുന്ന ഹിന്ദി എന്ന് പറയുന്നതോ ഉറുദു എന്ന് പറയുന്നതോ ഒക്കെ തന്നെ ഇവിടുത്തെ വളരെ സിങ്ക്രറ്റിക് ആയ ഒരു സാധനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതിനൊരു പിന്നെ വല്ലാത്ത ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ അമീർ ഖുസ്രുവിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ പറയാത്ത ഈ കാവ്യ മേഖലകൾ കൂടി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇപ്പോൾ അമീർ ഖുസ്രു ഭയങ്കര ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഇന്ത്യയിലെ ഇപ്പോൾ മ്യൂസിക് ആണെങ്കിലും ഇന്ത്യയിലെ പോയട്രി ആണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ തുടക്കകാലത്ത് പിന്നെ അതിൻ്റെ ഒരു ഒരു സ്റ്റേജിൽ അമീർ ഖുസ്രുവിന് ഭയങ്കരമായിട്ടുള്ളൊരു റോളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ KCHRൻ്റെ ഒരു വർക്ക്ഷോപ്പിന് തിരുവനന്തപുരത്ത് പ്രസൻറ്റ് ചെയ്തിരുന്നു. അമീർ ഖുസ്രു എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ റിവാർഡിങ്, ആളെ എത്രത്തോളം വായിക്കുന്നു അത്രയും നമ്മൾ അത്ഭുതപ്പെടും. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിന് പ്രസൻറ്റ് ചെയ്തിരുന്ന ഖസായിനുൽ ഫുതൂ എന്ന് പറഞ്ഞിട്ട് അമീർ ഖുസ്രുവിൻ്റെ ഒരു കൃതിയുണ്ട്. അത് 1310 മലിക് കാഫൂറിൻ്റെ പട ഡൽഹി അലാവുദ്ദീൻ ഖിൽജിൻ്റെ കീഴിൽ ആൾ പറഞ്ഞു വെച്ചിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മധുര വരെ എത്തുന്നു. പിന്നെ മധുരയിൽ പിന്നീട് തുഗ്ലക്കിൻ്റെ സമയത്ത് മധുര സുൽത്താനത്തൊക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തെ തെളിവായിട്ട് നമുക്ക് ഒരു ഇന്ത്യൻ കൃതി എന്നുള്ളൊരു അമീർ ഖുസ്രുവിൻ്റെ ഖസായിനുൽ ഫുതൂ മാത്രമേ ഉള്ളൂ. ആൾ അതിനെപ്പറ്റി വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ഒരു റീഡിങ് ഒക്കെയാണ് ഞാൻ എൻ്റെ പേപ്പറിന് വേണ്ടി നടത്തുന്നത്. അപ്പോൾ അമീർ ഖുസ്രു പക്ഷേ ആളെപ്പറ്റി സുനിൽ ശർമ്മൻ്റെയും പോൾ ലോസൻസ്കിൻ്റെ കുറച്ച് വർക്കുകളുണ്ടെന്നല്ലാണ്ട് പിന്നെ ഏർലി സമയത്ത് ഗോപിചന്ദ് നാരങ്ങും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പഠനം ഇപ്പോഴും ഓരോ രചനകളും ഓരോ എലമെന്റിലോട്ട് ഒരു വലിയ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. ദിവാനെ 3-4 ദിവാനൊക്കെ ഉള്ള അപൂർവ ആളുകളുള്ള ഒരാളാണ് ആള് കവിതകളുടെ കളക്ഷൻ തന്നെ 3-4 ഖുറത്തുൽ കമാൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് അതന്നെ ഓരോ പിന്നെ ദിവാനും ആള് 100 പേജ് 150 പേജിന്റെ ദിബാച്ചുകൾ എഴുതിയിട്ടുണ്ട്. വലിയ ഇൻട്രൊഡക്ഷൻസ്. പടപ്പാട്ടൊക്കെ പോലത്തെ സംവിധാനം. അതൊരു പിന്നെ ഓർണേറ്റഡ് പ്രോസ് സജ് എന്ന് പറയുന്ന അതിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു റിതമിക് പ്രോസ് ഓർണേറ്റഡ് ഇല്ല ഭയങ്കര പിന്നെ എന്താണ് മെറ്റഫറിക്കൽ ഭയങ്കര ഓർണമെന്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ഫാക്ട് അയച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്റ്റിൽ അത് ഭയങ്കര അതിനി കൂടുതൽ കാലം കഴിയുന്തോറും ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി വരും. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കാണുന്നത് പേർഷ്യനിൽ അവഗാഹമുള്ള സൗത്ത് ഇന്ത്യൻ സ്കോളേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ്റെ സൗത്ത് ഇന്ത്യയിലുള്ള ഇടപാടുകളും ഇപ്പോൾ അറബിയെ പറ്റി ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. നല്ലതാണ്, നല്ല രൂപത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷനെ കണക്ട് ചെയ്തിട്ടുള്ള. പക്ഷേ പേർഷ്യൻ ഒരു സൈഡുണ്ടല്ലോ. അപ്പോൾ മലബാറിൻ്റെ ചരിത്രം നോക്കുന്നതിലുള്ള ഞാനെപ്പോഴും പ്രശ്നമാക്കുന്ന ഒരു അല്ലെങ്കിൽ ആളുകളോടൊക്കെ സംസാരിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഇപ്പോൾ കുറച്ചു കാലം കേരള ഹിസ്റ്റോറിയൻസ് കടലിനെ തീരെ ചർച്ച ചെയ്യാതെ വിട്ടു. അല്ലെങ്കിൽ കടൽ കടന്നോ അല്ലെങ്കിൽ വെസ്റ്റേൺ കട്ട് ക്രോസ് ചെയ്തിട്ടോ ഒരു സാധനം ഇവിടെ എത്തിയിട്ടില്ല. കേരളത്തിന് അതിൻ്റെ ഒരു തനതായ ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളൊരു അതിൽ പിന്നെ ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്റോറിയൻസ് വന്നിട്ടല്ല അങ്ങനെയല്ല, അതിനൊരു ഓഷ്യാനിക് ഹിസ്റ്ററി ഉണ്ട് എന്നാണ്. പക്ഷെ ഇപ്പോഴും അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ എൻ്റെയൊക്കെ വർക്കുകളിലും നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കൊളീഗ്സിനൊക്കെ വർക്കുകളിലൊക്കെ വരുന്നത് കടലും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ഘട്ടിൻ്റെ അപ്പുറത്തുള്ള സംഭവങ്ങളിലും എങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കൂട്ടി വെച്ചിട്ട് എങ്ങനെ നമുക്ക് മലബാറിൻ്റെ ചരിത്രം നല്ല രൂപത്തിൽ പറയാൻ പറ്റും. അങ്ങനെ ഒരു പഠനം ഉണ്ടാകുമ്പോൾ കൂടുതൽ വികസിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഞാൻ ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുവിധം ASI സെറ്റിൽമെൻറ്റുകളും മോണുമെൻറ്റ്സുകളൊക്കെ റെനോവേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. നമ്മുടെ ഒരു പേർഷ്യൻ ആഗാഖാൻ അവർ ഈ ലിറ്റററി മേഖലയിൽ അത്തരം ഗവേഷണങ്ങളിലോട്ട് അവർ വന്നിട്ടില്ല. ഉണ്ട്. അവരൊരുപാട് പഠനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഒന്ന് അവർക്ക് ഇസ്മായിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ബ്രിട്ടീഷ് ലൈബ്രറി വർക്ക് ചെയ്ത സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ട് ഫത്താഹ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെ കൂടെ ഞാൻ ആളവിടെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റലിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ ആർക്കിടെക്ചർ അവരെ വലിയ മേഖലയാണ്. റിനോവേഷനും ഭയങ്കര ഫണ്ടിങ് തോന്നാറുണ്ട്. നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഈ നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ അടുത്തൊക്കെയുള്ള ഈ അബ്ദുറഹ്മാൻ ടോംബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ
പൊളിഞ്ഞ് ഇല്ലാണ്ടായി പക്ഷെ പോയേനെ. അവർ ഭയങ്കര റിനോവേഷൻ, അതിൻ്റെ ഒരു വലിയൊരു പഠന മേഖല തന്നെ അവർ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സുന്ദർ റിനോവേഷനും നഴ്സറി സംഭവങ്ങളും. ഒക്കെ അവരാണല്ലോ. അതെ അതെ. അപ്പോൾ അവർക്ക് നല്ല രൂപത്തിലുള്ള ലിറ്റററി സ്റ്റഡീസും അവിടെ നടക്കുന്നുണ്ട്. ലിറ്ററേച്ചറുകളും മാനുസ്ക്രിപ്റ്റ് സ്റ്റഡീസൊക്കെ ആയിട്ട് ഒരുപാട് ഇപ്പോൾ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ ഖലീൽ ഫത്താഹിനൊക്കെ പോലത്തെ ആൾക്കാർ അതെ, ഖലീൽ അവിടെ പോയിട്ട് കോഴ്സുകൾ തന്നെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ചോദിക്കണ ഈ നമ്മുടെ ഈ ഏർലി ഇന്ത്യൻ പേർഷ്യൻ ആ ഒരു ട്രഡീഷനിലോട്ടൊക്കെ പഠനങ്ങൾ വരുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അത് പിന്നെ ഒന്ന് അവരുടെ ഫോക്കസ് സൗത്ത് ഇന്ത്യയിലേക്ക് അത്ര എത്തിയിട്ടില്ല, എപ്പോഴും നോർത്ത് ഇന്ത്യൻ. പിന്നെ അതുപോലെ തന്നെ സാധാരണ മുസ്ലിം പഠനങ്ങളിൽ എപ്പോഴും ഒരു സുന്നി പിന്നെ ഫോക്കസ്ഡ് ആണ് പഠനങ്ങൾ. അപ്പോൾ അവരൊരു പ്രത്യേകിച്ച് അവർ ആ ഒരു ഷിയ വിഭാഗം ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ഷീ ലിറ്ററേച്ചറും അതുപോലെ തന്നെ ഷീ പാസ്റ്റിനെ ഒന്നുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ ചരിത്രരചനകളൊക്കെ. ഇന്ത്യൻ ഓഷനെ പറ്റി അവരൊരു ആ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പഠനം ഇപ്പോൾ അടുത്തൊരു പിന്നെ എഡിറ്റഡ് വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതുവരെ ഇന്ത്യൻ ഓഷൻ നോക്കിയിട്ടുള്ള ഒരു സുന്നി പെർസ്പെക്റ്റീവ് ആണ്, ഷീ പെർസ്പെക്റ്റീവ് അങ്ങനെ ഇന്ത്യൻ ഓഷനിൽ ഇസ്ലാമിൻ്റെ ഇത് മനസ്സിലാക്കുക എന്നുള്ള രൂപത്തിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ പടപ്പാട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഭക്തി ഗീതങ്ങളുണ്ട്, അതേപോലെ തന്നെ ഈ ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറൊക്കെ പോലുള്ള സംഗതികളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പടപ്പാട്ടുകളും മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, മലബാറിലെ മുസ്ലിങ്ങൾ തന്നെയല്ല മൊത്തത്തിൽ മലയാളിയുടെ ഒരു പിന്നെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ട് പടപ്പാട്ട് അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ പടപ്പാട്ട് ട്രഡീഷനെ കുറിച്ചിട്ടുള്ള ഗവേഷണം ഇപ്പോഴും തുടരുന്ന സംഗതി. എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതയെ കാണുന്നത്? ഇപ്പോൾ ലോകത്ത് പലയിടങ്ങളിലും ഇത്തരം ട്രഡീഷൻസ് ഉണ്ട്, ബല്ലാഡ്സ് ഒക്കെ പോലുള്ള സംഗതികൾ. നമ്മുടെ മലബാറിലെ പടപ്പാട്ടുകളുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതി. മലബാറിലെ പടപ്പാട്ടുകളുടെ ഞാനിത് JNUവിലുള്ള സമയത്ത് സൗണ്ട് ഇതൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു സെമിനാർ പേപ്പറായിട്ട് എഴുതിയിരുന്ന സംഭവമാണ്. പിന്നീട് ഞാൻ ദിലീപ് മേനൻ്റെ പുസ്തകത്തിൽ എഡിറ്റഡ് വോളിയത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പടപ്പാട്ട് ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ അങ്ങനെ പടപ്പാട്ടുകളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക് ആദ്യം കിട്ടുന്ന പടപ്പാട്ട് അറബ് മലയാളത്തിൽ നിന്ന് 1840കളിലുള്ള ഈ ചെറൂർ പടപ്പാട്ടും അങ്ങനത്തെ പടപ്പാട്ടുകളാണ്, അല്ലെങ്കിൽ സക്കൂം പടപ്പാട്ടൊക്കെ. അപ്പോൾ അത് എവിടുന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഓതേഴ്സിന് പടപ്പാട്ട് എന്നുള്ള ഐഡിയ എവിടുന്ന് വന്നു എന്നുള്ള ഇതിൽ നിന്നാണ് പിന്നെ അതിൻ്റെ പിന്നെ ഗവേഷണമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് പടയിപ്പോർ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ സക്കൂം പടപ്പാട്ട് എഴുതുന്നത് സക്കൂം പടയിപ്പോർ എന്ന് പറഞ്ഞിട്ട് അറബ് തമിഴിലോ വന്നിട്ടുള്ളൊരു രചന, വരിഷി മുഹിദ്ദീൻ പുലവർ. അത് 1680കളിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ഏളിയാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സഖൂം പടയിപ്പോർ എന്ന് പറഞ്ഞാൽ അതിൽ നബിനെ പ്ലേസ് ചെയ്യുന്നുള്ള ഒരു നബി പങ്കെടുത്തൊരു പടയാണ് ഇറാഖിൽ പോയിട്ട്. പക്ഷെ നബി അങ്ങനെ ഇറാഖിലേക്ക് പോയിട്ടോ അങ്ങനെയുള്ള സംഭവമില്ല. അപ്പോൾ ഇതൊരു ഒരു സ്യൂഡോ പടപ്പാട്ട് പോലെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് സാലിയും ഇതിനെപ്പറ്റി ഇങ്ങനെ നമ്മളൊരു പഠനം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കുറച്ച് സ്യൂഡോ പടപ്പാട്ടുകൾ വരുന്നു, എന്താണ് അതിൻ്റെ ആവശ്യം, എന്തെങ്കിലും അതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ പരാങ് സബി എന്ന് പറഞ്ഞിട്ടുള്ള പരാങ് ലിറ്ററേച്ചർ ഒരുപാട് കാണുന്നുണ്ട്, വാർ സോങ്സ് പോലെ പടയിപ്പോറുണ്ട്. പിന്നെ ഇങ്ങനത്തെ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു സംഭവം. പിന്നെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ മഹ്മൂദൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പടപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഡച്ച് പോർച്ചുഗീസിൻ്റെ ഇടയിലുള്ള ഈ കൊച്ചി പിന്നെ രാജവംശത്തിൻ്റെ ഇടയിലുള്ള കൂറുപോരുകളെ പറ്റി പിന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പടപ്പാട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടെടുത്തുള്ളത് വെച്ചിട്ട്, അതും 1680കളുടെ. പിന്നെ കണ്ടിയൂർ മറ്റും പടപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് 1500കളുടെ അവസാനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പടപ്പാട്ടിൻ്റെ ഒരു ലോങ് ട്രഡീഷൻ ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളുടെ ഒക്കെ അപ്പുറത്തേക്ക് അത് പ്രത്യേകിച്ച് അറബ് മലയാളത്തിലെ പടപ്പാട്ടുകൾ വരുന്നത് പടയിപ്പോർ എന്നുള്ള ആ ട്രഡീഷൻ. അത് അജ്മൽ ഖാൻ്റെ തന്നെ വലിയൊരു കാര്യപ്പെട്ടൊരു വർക്കുണ്ട്. അത് പടയിപ്പോറുകൾ വരുന്നത് പരണി ലിറ്ററേച്ചർ എന്നാണോ തമിഴിലുള്ള കലിംഗത്ത് പരണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരണി ലിറ്ററേച്ചർ 1200കൾ മുതൽ തന്നെ തമിഴിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു റിസർച്ച് മേഖല ഉണ്ട് വാർ സോങ്സ് ചെയ്യാൻ. പിന്നെ കൂടുതൽ അതിലേക്ക് ഇറങ്ങാനും പിന്നെ ചാപ്റ്റർ സ്യൂഡോ പടപ്പാട്ടുകൾ എന്ന് പറഞ്ഞില്ലേ, അതെന്താ ഈ സ്വപ്നങ്ങൾ പോലെയുള്ള സംഗതികളിലൂടെയാണോ അവർ അതിനെ ഇമാജിൻ ചെയ്യണത്? അറിയില്ല, നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അത് ഞാനിപ്പോൾ അന്വേഷിച്ചു കൊടുക്കുന്ന സമയം അതൊരു എഴുതുന്നതിൻ്റെ അതിൻ്റെ എന്താണ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സാധനം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ഒരു വൈൽഡ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സെൻസിറ്റീവായിട്ട് കാണുന്ന സംഗതിയാണല്ലോ. പിന്നെ സക്കൂം പടയിപ്പോർ ഞാനും എൻ്റെ തമിഴിൻ്റെ പ്രൊഫസറും കൂടിയിട്ട് ഗോവിന്ദരാജൻ മധുര ഗോവിന്ദരാജൻ എന്നുള്ള മധുര അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. പിന്നെ ഷിക്കാഗോയിൽ 2 വർഷം അവിടെ തമിഴ് പഠിപ്പിച്ചിരുന്നു.
അപ്പോൾ ആ സമയത്ത് ഞങ്ങളത് കുറച്ച് അതിൻ്റെ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എനിക്കൊണ്ട് മുഴുവൻ ഏകദേശം മുഴുവൻ നമ്മളത് വായിച്ചിട്ടുണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ ചെയ്യാന്നുള്ളതിൽ. അപ്പോൾ ഈ സക്കും പടയിപ്പോരിൽ അതിൽ ഇൻട്രസ്റ്റിംഗ്ലി ഉമർ അൽ വാക്കിദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഗാസി ലിറ്ററേച്ചർ, അതായത് നബിതങ്ങൾ പ്രവാചകൻ പങ്കെടുത്തിരുന്ന യുദ്ധങ്ങളെ മാത്രം ഇതായിട്ടുള്ള സീറ ലിറ്ററേച്ചറിൽ നബിതങ്ങളുടെ യുദ്ധങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾക്കാണ് മഗാസി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഉമർ അൽ വാക്കിദിൻ്റെ കിതാബുൽ മഗാസിൻ്റെ സാധാരണ പടപ്പാട്ടുകളൊക്കെ ആളുകൾ അതിൽ നിന്ന് എടുത്തു എന്നാണ് പറയല്. അപ്പോൾ അതിൽ നിന്ന് എടുത്താണെന്ന് പോലും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷെ അതിലങ്ങനെ ഒരു കഥ ഒന്നും നമുക്ക് ഒറിജിനൽ നമ്മൾ കാണുന്നില്ല. അതിൽ ഭയങ്കര രസമാണ്, അത് പോകുന്നതൊക്കെ മക്കത്തുനിന്ന് പോകുന്നു, എന്നിട്ട് എഴുതിയ ആളുടെ കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടണില്ല. എഴുതിയ ആൾ കിട്ടുന്നുണ്ട്, അല്ല എഴുതാണ്ടായ ഇല്ല കോണ്ടെക്സ്റ്റ് കിട്ടുന്നില്ല. ഒരുഷ മൊയ്തീൻ പുലവറാണ് ഇത് എഴുതുന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകളും സംഭവങ്ങളൊക്കെ അതിലുണ്ട്. അത് എവിടെ നിന്നാണ് അരങ്ങേറ്റം ചെയ്തതെന്നൊക്കെ ആ കവിത അതിൽ കൃത്യമായിട്ട് പറയും. ഇന്ന ദിവസം കുത്തുബൻ്റെ അധികം വെള്ളിയാഴ്ച കുത്തുബൻ്റെ ശേഷമാണ് ഈ അരങ്ങേറ്റം ഉണ്ടാകുക. ഇങ്ങനത്തെ കൃതികളൊക്കെ ഇരുന്ന് പാടും, അല്ലെങ്കിൽ ആ ഒരു നിയോഗിച്ച ഒരാൾ ഇരുന്ന് പാടി, അവിടെ തന്നെ ചിലപ്പം ക്രിറ്റിസിസം വരും, അവിടെ തന്നെ മാറ്റി എഴുതാം. അങ്ങനത്തെ കുറേ രസമുള്ള ഇതൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ കിട്ടും. പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള വർണ്ണനകളും ഒക്കെ ഇത് കിട്ടും. പക്ഷെ അത് എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനത്തെ ലിറ്ററേച്ചർ വന്നു ഈ പിന്നെ അതുപോലെ തന്നെ വേറെയും ലിറ്ററേച്ചറുകൾ ആ സമയത്ത് മക്തൽ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹുസൈൻ അള്ളാഹിൻ്റെ വാദം ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചറുകളും പല രൂപത്തിൽ ആ സമയത്ത് ഇങ്ങനെ അറബിത്തമിഴിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നേരത്തെ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ സൗണ്ട് ഒരു ഐക്കണാണ് എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ ഡേവിഡ് മോർഗനെ പോലുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, സൗണ്ട് ഈസ് ഓൾസോ ആൻ ഐക്കൺ എന്ന രൂപത്തിൽ. അപ്പോൾ അത് വെറുതും നമ്മളുടെ ഈ വിഷ്വൽ മീഡിയ കൾച്ചറിൽ ഐക്കണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് വരുന്ന സമയത്ത് ഈ ഓഡിയോ റിലീജിയൻ എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഇസ്ലാം ഓഡിയോ റിലീജിയൻ അല്ല എന്നുള്ള പഠനങ്ങളൊക്കെ വളരെ വ്യാപകം. ഇപ്പോൾ ഞാൻ പറയണത് ഈ സൗണ്ടും ഒരു ഐക്കണാണ്. ഇപ്പോൾ ഖുറാൻ്റെ തിലാവത്തടക്കം. അപ്പോൾ ഈ പാട്ട് ട്രഡീഷനുകളുടെ പെർഫോമൻസ് ആവട്ടെ, അതിൻ്റെ റിസൈറ്റേഷൻസ് ആവട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ റാത്തിബിലോട്ടൊക്കെ നമുക്ക് വരണം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പടപ്പാട്ടുകളുടെ തന്നെ ചില പദങ്ങളുടെ സെലക്ഷൻ ഉണ്ടല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ ഈ പടപ്പാട്ടുകൾ പാടുന്ന സമയത്ത് നമുക്ക് യുദ്ധം മുറുകുന്ന സമയം ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഈ പടപ്പാട്ടിൻ്റെ ആർട്ടിക്കിളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. കൂടുതലത് ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ ഓണമറ്റാപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ തമിഴിലും ഇതിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത്, മലയാളത്തിലൊക്കെ ഒരു സാധനത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനോട് ബന്ധപ്പെട്ട ചിലപ്പോൾ നോൺസെൻസിക്കലായിട്ടുള്ള വാക്കുകളും ഇതൊക്കെ കവി തന്നെ ഉണ്ടാക്കിയിട്ട് പക്ഷെ കൃത്യമായിട്ട് അത് കൺവേ ചെയ്യും. ഇപ്പോൾ ഡുണ്ട് നമുക്കിപ്പോൾ ഈ തുടരമദ്ദളവും ബജോട് മറുവറ്റകളും ധ്വനിയോട് ധ്വനിക ദപ്പുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പതിർപ്പടയിലുള്ള സാധനം, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ആരവം. പിന്നെ ലേറ്റർ ഹിസ്റ്ററിയിൽ ഓഫ് കോഴ്സ് അത് എഴുതുന്ന സമയത്തുള്ളതാണ് നമുക്ക് കിട്ടാത്തത്. ലേറ്റർ ഹിസ്റ്ററിയിൽ പിന്നെ പടം നടക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ പിന്നെ മാപ്പിള പിന്നെ ഔട്ട് ബ്രേക്സ് ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും ഈ പിന്നെ പടപ്പാട്ടുകൾ പാടിയിട്ടാണ് ഇവർ പിന്നെ എന്താണ് ജാഥ പോയിരുന്നതെന്നോ അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് പോയിരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് റെക്കോർഡിക്കൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ലേറ്റർ സമയത്ത് അതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ടായിരുന്നു പടപ്പാട്ടുകൾക്കൊക്കെ. അപ്പോൾ അതിലുള്ള പാട്ടുകൾ ഓഫ് കോഴ്സ് ആളുകൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതൊരു താളമായിട്ട് എടുക്കുന്ന ഒരു. ഞാൻ ഈ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ 1921 പല സമരങ്ങളുടെ അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന പിന്നെ ഈ കാർഷിക സമരങ്ങളിലും മറ്റുമൊക്കെ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ജന്മിക്കാരുടെ പട്ടാളമായിട്ടോ പോലീസായിട്ടൊക്കെ ഏറ്റുമുട്ടുമ്പോഴും ഈ പറഞ്ഞ രൂപത്തിൽ ഉണ്ടായിരുന്നു. അതിൽ അങ്ങനെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളൊരു സംഗതിയാണ് ഈ മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ഒരു സംഗതി. അതായത് യാ ഷെയ്ഖ് യാ മുഹിദ്ദീൻ എന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാനത് അക്കാഡമിക്കലി നമുക്കിങ്ങനെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കിട്ടുന്നു പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് 2 പ്രസംഗങ്ങളിലൊക്കെ. ബ്രിട്ടീഷ് പോലീസ് തന്നെ ഒരു സമയത്ത് ആലോചിച്ചു, ഇവർക്കൊരു മുഹിദ്ദീൻ എന്നൊരു നേതാവുണ്ട്, തമാശയായിട്ട് പറയലുണ്ട്. അതായത് ഇപ്പോഴും എന്താ MSPയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്, ഒന്നാം പ്രതി മുഹിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ആളാണ് യാ ഷെയ്ഖ് യാ മുഹിദ്ദീൻ എന്നുള്ള. അപ്പം നമ്മൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ജലാലിയ റാത്തീബ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ 15ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ മറ്റേ PSK മൊയ്തു വാക്കവിയുമാണ് കേന്ദ്ര മുഷാവറ അംഗമൊക്കെയാണ്. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ജലാലിയ കുടുംബമുണ്ട്, അപ്പോൾ ഇത്ര കുടുംബങ്ങൾ അതിൽ മെമ്പർമാരാണ്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസവും ഹദ്ദാദും റാത്തീബൊക്കെ വീടുകളിൽ നമ്മൾ പ്രാവർത്തികമൊക്കെ ചെയ്യണം.
അത് കഴിഞ്ഞ് മാസത്തിലൊരിക്കൽ വീടുകൾ മാറി മാറി അവർ സമ്മേളിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണെങ്കിൽ നാളെ അടുത്ത മെമ്പറുടെ വീട്ടിലായിരിക്കും, അടുത്ത മാസം അടുത്ത മെമ്പറുടെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഓരോ വീട്ടിൽ നിന്നും ഇത്ര പത്തിരി ഉണ്ടാക്കി കൊണ്ടുവരും, അല്ലെങ്കിൽ പത്തിരി അവർ കൊണ്ടുവരും. ഓരോ പത്തിരിക്കും ഇത്ര വെറുതുകൾ ചെല്ലിയിട്ട് ആണ് അത് ചെയ്യുന്നത്. ഇതെല്ലാവരും കൊണ്ടുവന്ന് സമാഹരിച്ച്, അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കമൊക്കെ. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് കുറേ കാലമൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അതിന് മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരികയാണ്, അത് പങ്കുവെച്ച് കഴിക്കുകയാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ റാത്തീബിലേക്ക് വരുന്നതിന് മുമ്പ് അന്വേഷിക്കണേ, ഇപ്പോൾ ഈ നിങ്ങളുടെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പഠനം ഉണ്ടല്ലോ, രോഹിണി മേനോൻ്റെ കൂടെ എഴുതിയിട്ടുള്ള ഈസ്റ്റർ സിംഗിങ് ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ് എന്ന് പറയുന്നതാണ്. അത് സംഭവം ഫ്ലഡിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്തിനൊക്കെ ശേഷമാണ് അത് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ സാധനം ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്, ഈ മഹാമാരിക്കാലത്ത് ഉള്ളൊരു വിഷയമാണ്. കാരണം മങ്കൂസ് മൗലൂദിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ഇപ്പോഴും. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞിരുന്ന സാധനമാണ് എല്ലാ വീടുകളിലും മങ്കൂസ് മൗലൂദ് ഓതണം എന്ന് പറയുന്നത്. ഇപ്പോൾ മങ്കൂസ് മൗലൂദിൻ്റെ ദുആയിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഒരു ഷിഫ സലാമത്ത് ഉണ്ടാവണം എന്ന് പറയാണ്. അപ്പോൾ പണ്ടൊക്കെ പള്ളികളുടെ മുമ്പിൽ ആളുകൾ ഇതുപോലെ വീടുകളിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് കൂട്ടി വെച്ച് മൗലൂദ് ഓതി അത് ക്ഷീരണിയായി വിതരണം ചെയ്ത് അതിൽ വലിയൊരു ബർക്കത്ത് കണ്ടെത്തിയിരുന്നൊരു സംഗതിയായിട്ട് പറയാറുണ്ടല്ലോ മങ്കൂസ് മൗലൂദിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ജലാലിയ റാത്തീബിൻ്റെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാത്തീബിൽ തന്നെ ചില സൗണ്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹൂ 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 അള്ളാ എന്നൊക്കെ പറഞ്ഞ സൗണ്ടുകൾ. അപ്പോൾ ഈ സൗണ്ട് ആസ് എ ഐക്കൺ, ഞാൻ അഗൈൻ അതിലേക്ക് വരുന്നത് ഐക്കൺ എന്ന് പറയുന്നതും അതിൻ്റെ റിസൈറ്റേഷൻസിലും അതിൻ്റെ പെർഫോമൻസിലും അതിൽ നമ്മുടെ ശരീരം ഇളകുന്നതിലൊക്കെ ഉള്ള അതൊക്കെ ഈ താളത്തിനാണ്, ഈ സൗണ്ടിൻ്റെ താളത്തിനാണ്. അങ്ങനെയുള്ള സംഗതികൾ നോക്കിയിട്ടുണ്ട്. ഈ പടപ്പാട്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ റാത്തീബ് പോലുള്ള ഞാനങ്ങനെ ഒന്ന് സൗണ്ട്, പിന്നെ ഹിസ്റ്ററി ഓഫ് സൗണ്ടിൻ്റെ ഏരിയ ആണെങ്കിലും അത് പിന്നെ എൻ്റെ ഈ PhD പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷം ഞാൻ അത്ര നോക്കിയിട്ടില്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇതിനെപ്പറ്റി പല പഠനങ്ങളും പല ഭാഗത്തു നിന്ന്, ആന്ത്രപ്പോളജിക്കലും സൗണ്ട് സ്റ്റഡീസ് നിന്നും മ്യൂസിക്കോളജിയിൽ നിന്നൊക്കെ പല പഠനങ്ങളും എത്ര മ്യൂസിക്കോളജിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബോഡി ട്രെയിൻ ചെയ്യുന്നതിൽ ഇങ്ങനത്തെ റാത്തീബുകളിലുള്ള പിന്നെ ഇതുപോലത്തെ ഹൂ ഹൈ ലാ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ദിക്റുകൾ, ഇങ്ങനത്തെ ചാൻസിൻ്റെ ഉപയോഗമൊക്കെ പ്രത്യേകിച്ച് ബോഡിയെ ഫാഷൻ ചെയ്യാനും ബോഡിയെ ട്രെയിൻ ചെയ്തെടുക്കാനും ബോഡിയെ കൺട്രോളിൽ കൊണ്ടുവരാനും. പിന്നെ ഓരോ സൂഫി ഓർഡറുകൾക്കനുസരിച്ച് ഇത് മാറും. ഇപ്പോൾ നമ്മൾ ത്വരീഖത്ത് എന്ന് പറയുന്ന സൂഫി ഓർഡേഴ്സ് ഉണ്ടല്ലോ, ഇതിനനുസരിച്ച് മാറും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഖാദിരിയ എന്നുള്ളത് എപ്പോഴും ഒരു അർബൻ സൂഫി ത്വരീഖയാണ്. അത് അധികം വളരെ കുറഞ്ഞ എന്താണ് റിയാദുകൾ എന്ന് പറയുന്നത്, വളരെ കുറഞ്ഞ ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുള്ളൂ. പക്ഷേ ഷത്താരി അങ്ങനത്തെ പല സൂഫി ഇതുകളിലും ബ്രത്ത് പ്രാക്ടീസുകൾ മുതൽ പിന്നെ മൈൻഡ് കൺട്രോളിങ്ങും ഐസൊലേഷനും അങ്ങനത്തെ കുറേ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്, ഇനീഷ്യേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട്. ഇപ്പോൾ ഷാദുലി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതാവും, വട്ടത്തിൽ നിന്നിട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള. അപ്പോൾ അത് പല ഇതിനനുസരിച്ച് മാറും. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ടെക്നിക്കലി ബ്രത്താണ്, പിന്നെ ബോഡിയാണ്, അതിൻ്റെ ഹിയറിങ് വരുന്നുണ്ട്, അതുണ്ടാക്കുന്ന സൗണ്ട് തന്നെ നമ്മൾ കേട്ടത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണല്ലോ ചില പ്രത്യേക റിസൈറ്റേഷൻസ്. ഇരുട്ടൊരു ഭയങ്കര രാത്രികളാണ്, ഇരുട്ടുകളാണ്. അപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന നസീഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കീഴ്ശേരിക്കാരൻ. അപ്പോൾ നസീഫിൻ്റെ വർക്ക് ഇതാണ്, രാത്രിയും ഇരുട്ടൊക്കെ എങ്ങനെയാണ് ആളതാണെന്ന് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല ഇപ്പോൾ എന്താണെന്നുള്ളത്. രാത്രി ഇരുട്ടൊക്കെ എങ്ങനെയാണ് സ്പിരിച്വലി ആന്ത്രപ്പോളജിക്കലി നമുക്ക് എങ്ങനെ അതിനെ കൂടുതൽ മനസ്സിലാക്കാം, രാത്രിയും ഇരുട്ടൊക്കെ സ്പിരിച്വാലിറ്റിൻ്റെ ഒരു സെൻട്രൽ സാധനമായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിയാദുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ദിക്റിൽ എന്ന സമയത്ത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ ആ ഒരു എംഫസിസിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇരുട്ടുമുറിയിൽ നമ്മൾ ഒരു മുറിയിൽ വളരെ തിങ്ങി കൂടി നിന്ന് ഒരുതരം റിവേർബേഷൻസ് ഒക്കെ സ്പിരിച്വലായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആംബിയന്റ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ വർക്കുകളുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ആന്ത്രപ്പോളജി ഓഫ് സൗണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഹിസ്റ്ററി ഓഫ് സൗണ്ട്, ഇപ്പം ടെക്സ്റ്റുകളിൽ നിന്ന് എങ്ങനെ ഗ്രെയിൻസ് ഓഫ് വോയിസ് നമുക്ക് എടുക്കാന്നുള്ള, ടെക്സ്റ്റ് വായിച്ചിട്ട് അതിലുള്ള സോണിക് റെഫറൻസുകളും ഇപ്പോൾ
മലബാർ ഔട്ട് ബ്രേക്സ് ഉം. അല്ലെങ്കിൽ അതെ, അങ്ങനെ ഒരു മലബാർ സംഗതി റെവല്യൂഷൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ അതെ, കോമ്പസിന് വേണ്ടിയിട്ട് കോമ്പസും ആദ്യം ചെയ്തിരുന്നല്ലോ. ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. റേഡിയോകൾ സ്ഥാപിക്കുന്നതൊക്കെ. അതെ അതെ. അപ്പോൾ സൗണ്ടുകളിലൂടെ എങ്ങനെ നമുക്ക് മലബാർ ഔട്ട് ബ്രേക്സിനെ പറ്റി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നടത്താമെന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അതിൽ പല സ്ഥലത്ത് അപ്പോൾ ഞാൻ ചെയ്തത് കാറ്റലോഗിങ് ആയിരുന്നു. ഒരു അതെ. ബേസിക് വർക്ക് എന്നുള്ള രൂപത്തിൽ ഇതും JNU ഒരു സെമിനാർ പേപ്പറായിട്ട് ചെയ്ത് ഒരു കാറ്റലോഗിങ്. അപ്പോൾ അതിൽ നഗാര വരുന്നുണ്ട്, ഉം, ഉം. ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഔട്ട് ബ്രേക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്ന ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പള്ളികളിൽ നിന്ന് നഗാര കൊട്ടുമ്പോൾ ആളുകൾ നഗാരമുണ്ട്. ഓടിക്കൂടുന്നു, ബാങ്ക് വിളിക്കുന്നു, അസമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഈ നഗാരൻ്റെ ഒക്കെ അതിൽ പറയുന്നുണ്ട് ചെയിൻ റിയാക്ഷൻ പോലെ, ഇവിടുന്ന് നഗാര കൊട്ടുമ്പോൾ അപ്പുറത്ത് കേട്ട് തൊട്ടപ്പുറത്ത് അവിടുന്ന് നഗാര പണ്ട് നമ്മൾ പെരുന്നാൾ അറിയിക്കാനും നോമ്പ് അറിയിക്കാനും ഒക്കെ നഗാരകൾ അതെ. യൂസ് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ചെയിൻ റിയാക്ഷൻ പോലെ ഈ നഗാരകൾ കൊട്ടുന്നു. അതെ, പിന്നെ പാട്ടുകൾ പാടുന്നു, കുത്തുബകളും ഒരു സോണിക് വേ ഓഫ് അതെ, അതെ. പിന്നെ കൺവെൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് റേഡിയോ സെറ്റിൻ്റെ, അതായത് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ സോണിക് സംഭവങ്ങളെ സർപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ സോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു അതിന് advanced അതിനെ technology അതെ ഒരു കൊണ്ടുവരികയാണ്. ടെക്നോളജി 7 പിന്നെ മാർക്കോണി റേഡിയോ സെറ്റുകൾ ഓർഡർ ചെയ്ത് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുള്ള ആ ന്യൂസ് കട്ട് വന്നിട്ട് അതിപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ആൾ പറയുന്നുണ്ടായി പന്തല്ലൂർ മലൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ഇപ്പോഴും ഉം. ഒരു പിന്നെ മാർക്കോണി. അല്ലല്ല ഒരു റേഡിയോ സ്റ്റേഷനും ഇപ്പോഴും പോലീസിൻ്റെയോ എന്തിൻ്റെയോ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ കേന്ദ്രവും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും എന്ന് പറയുന്നത്. അവരുടെ ഇപ്പം 7 മലകളിലെങ്ങാണ്ട് റേഡിയോ സെറ്റുകൾ സ്ഥാപിച്ചിട്ടാണ് അവർ എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ, കാരണം ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളൊക്കെ പിന്നെ റെബൽസ് ഇതാക്കിയതുകൊണ്ട് നശിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ സൗണ്ടിനെ അപ്രോച്ച് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പേഴ്സ്പെക്റ്റീവുകളും ഒരുപാട് ഇതുണ്ട്. അതൊരു വലിയൊരു ഫീൽഡ് എപ്പോഴും എമേർജ് ചെയ്തുകൊണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് സൗണ്ട് സ്റ്റഡീസ്. ഒരു ഡിസിപ്ലിൻ അല്ലല്ലോ, അതൊരു ഫീൽഡാണ്. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, നമുക്ക് ജിയോഗ്രഫിയിൽ നിന്ന് സൗണ്ടിനെ ചിന്തിക്കാം, ആന്ത്രപ്പോളജിന്നും തിയോളജിയിൽ നിന്നൊക്കെ സൗണ്ടിനെ പറ്റി ചിന്തിക്കാം. അതൊരു ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ തന്നെ ഒരു കവിതയായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു സംഗതിയാണല്ലോ ഇപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മാലപ്പാട്ട്, ഖാലി മുഹമ്മദ് മൊഹീദ്ദീൻ മാല, മാലപ്പാട്ടല്ല മൊഹീദ്ദീൻ മാല, ഖാലി. അപ്പോൾ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനവും ഈ മൊഹീദ്ദീൻ ഷെയ്ഖുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ട്രഡീഷൻ എങ്ങനെയാണ് ഈ തീരങ്ങളിലൊക്കെ വ്യാപിച്ചതെന്നും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ വളരെ പേഴ്സണലി എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കവിതയാണ് ഈ ഹംരിയ എന്ന് പറയുന്നത്, സഖാനിൽ ഹുബുക്കാസാത്തിലുസ്. അപ്പോൾ ഞാൻ അതിലെ അർത്ഥങ്ങളും നമ്മളത് പഠിക്കുന്ന സമയത്തും അത് റിസൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോ സമയത്തും നമുക്കൊരു തരം ഒരു പുതുമ തോന്നിയിട്ടുള്ള ഒരു തരം റിന്യൂവൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മൊഹീദ്ദീൻ മാല നോക്കിക്കഴിഞ്ഞാലും ഒക്കെ, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ പറ്റിയിട്ടുള്ള എന്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാം, മാലപ്പാട്ടാവട്ടെ ഒക്കെ കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹംരിയയിലെ പലതും എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. അതായത് മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്ന സംഗതികൾ ആ അപദാനങ്ങൾ വേറൊരാൾ പറയുന്ന സമയത്ത് അതിങ്ങനെ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലത് നമുക്ക് തോന്നും ഇതൊരു തേർഡ് പേഴ്സൺ എന്നുള്ളൊരു ഇത് മാറുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ഒരു ഓർഡറാണെന്ന് തോന്നുന്ന പോർഷൻസൊക്കെ കടന്നു വരാറുണ്ട്. ഇത് എല്ലാ ഭാഷകളിലും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അറബി തമിഴിൽ നോക്കിയാലും അറബി മലയാളത്തിൽ നോക്കിയാലും, ഇനി നമ്മൾ ഈ ജാവനീസ്, സുമാത്ര ഐലൻഡ് അവിടേക്കൊക്കെ ഇതേ ട്രഡീഷൻസ് ഉണ്ടോ? ശരി. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി 12-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ ജനിച്ചിരുന്ന ആൾ, എങ്ങനെ ബഗ്ദാദിൻ്റെ പുറത്തേക്ക് ട്രാവൽ ചെയ്യാത്ത ഒരാളാണ്, എങ്ങനെയാണ് ഇത്രയും മലബാറിൽ ഒരുപാട് പള്ളികൾ മൊഹീദ്ദീൻ പള്ളികളാണ്, ഒരുപാട് ആളുകളുടെ പേര് അബ്ദുൽ ഖാദറാണ്, പിന്നെ ഒരുപാട് ജീലാനി ഫാമിലീസ്, ഒരുപാട് കൊടിമരങ്ങൾ ജീലാനിക്ക് വേണ്ടിയിട്ടതായിട്ടുള്ള ഒരു. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് തന്നെ അങ്ങനെയാണ് മലബാറിൽ എങ്ങനെ ജീലാനി ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ളൊരു സൂഫിയായി, ആരാണ് മൂപ്പരാക്കിയത്, എങ്ങനെയാണ് മൂപ്പരാക്കിയത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ PhDക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പിന്നെ ആകെ അത് പരന്ന് കിടക്കുക. തമിഴ്നാടും ഹൈദരാബാദും ദക്കനും UP-യും കശ്മീരും പിന്നെ ഇങ്ങോട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മലേഷ്യയും പിന്നെ സുമാത്രയും ജാവയൊക്കെ നീണ്ടു കിടക്കുന്നത്, സദേൺ തായ്ലൻഡിലൊക്കെ ഉള്ള. അങ്ങനെയാണ് ഞാൻ പ്രൊജക്റ്റ് ഇത്രയും വലുതാവുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ട്രഡീഷൻ ഉണ്ട്. ഇത്തരത്തിൽ പിന്നെ ലിറ്ററേച്ചറിലും മെറ്റീരിയൽ കൾച്ചറിലും പിന്നെ ലിറ്റർജീസിലൊക്കെ ഭയങ്കര സർവ്വവ്യാപിയായി കിടക്കുന്ന ഒരു ഫിനോമിനനാണ് ഈ ഒരു ജീലാനിയൻ ഡിവോഷൻ എന്നുള്ള. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രൊജക്റ്റ് അത്രയും. അത് ശിഷ്യന്മാരുടെ സഞ്ചാരത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണോ അത്? അങ്ങനെയും പറയാം. ഇപ്പോൾ ഖാദിരികൾ എന്താണ് ജീലാനിയുടെ സമയത്ത് തന്നെ ബഗ്ദാദിൽ നിന്ന്
പല ഭാഗങ്ങളിലേക്കും ഇപ്പോൾ സുൽത്താനുൽ ഹിന്ദ് ആയിട്ട് ഇന്ത്യയുടെ സുൽത്താനായിട്ട് പിന്നെ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി അവരെ പിന്നെ ചെയ്യുന്നത് പിന്നെ ജീലാനി ഇതുപോലെ ഒരു 2 ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ പോലെ വലിയൊരു സമ്മിറ്റ് ബഗ്ദാദിൽ ഉണ്ടാക്കുന്നത്. അതിലൊരു ഇതിൽ പിന്നെ മൊയ്നുദ്ദീൻ ചിശ്തി ഞങ്ങളെ പിന്നെ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്ക് നിങ്ങൾ സുൽത്താനിൽ ഇന്ത്യൻ്റെ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അബൂമദി എന്നെ മഗ്രിബിലേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മഗ്രിബിൻ്റെ അടയാളം മഗ്രിബ് എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെയിനും നോർത്ത് ആഫ്രിക്കയൊക്കെ അടങ്ങുന്ന അവിടുത്തെ അധികാരങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളൊരു എന്താണ് ഒരു സ്പിരിച്വൽ റെൽമിലെ ഒരു പിന്നെ കുത്തുബുൽ അഖ്താബ് സുൽത്താനുൽ ഔലിയാണ്. അതായത് ആളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ സിംഗപ്പൂരിൽ ഒരു കോൺഫറൻസിൽ ഇപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്ത് അതിനെ പറ്റിയായിരുന്നു ഈ ഡിസംബർ തുടക്കത്തിൽ. എൻ്റെ കാല് എല്ലാ ഉലിയാക്കളുടെയും തോളിൻ്റെ മേലെയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഥമി ഹാദി അലാറക്കപ്പത്തി കുല്ലി വലിയില്ല എന്നുള്ള. അതിന് ശേഷമാണ് മരിച്ചതും ഇനി വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ ഉലിയാക്കളുടെയും എല്ലാ സൂഫികളുടെയും തോളിൻ്റെ മേലെയാണ് എൻ്റെ കാല് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആളെ ഇത്രയും ഒരു പിന്നെ ഒരു എല്ലാ കാലത്തും ഹൈ പൊസിഷനിൽ മൂപ്പരെ പ്ലേസ് ചെയ്യുന്നത്. അത് നോക്കുമ്പോൾ അത് നടക്കുന്ന സമയത്ത് തന്നെ സരന്ദീപ് എന്നും പിന്നെ ബഹ്റു മുഹീത്ത് എന്നൊക്കെ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു ഇപ്പം എൻ്റെ തോളിൻ്റെ എൻ്റെ കാല് എല്ലാവരും തോളിൻ്റെ മേലെന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അതിൽ തന്നെ 14ാം നൂറ്റാണ്ടിലെ ജിയോഗ്രഫിയൊക്കെ നോക്കിയാൽ സരന്ദീപ് എന്ന ഇത്ര ആൾക്കാർ, സരന്ദീപ് എന്ന് പറയുന്നത് ഇന്നത്തെ ശ്രീലങ്കയിൽ നിന്ന് ഇത്ര ആൾക്കാർ, ബഹ്റു മുഹീത്ത് നിന്ന് മിക്കവാറും ഇന്ത്യൻ ഓഷ്യനെ പറ്റിയാവും, അവിടുത്തെ ഐലൻഡുകളിൽ നിന്ന് ഇത്ര ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നിന്ന്, ഷാമിൽ നിന്ന് ഇത്ര ആളുകൾ, യമനിൽ നിന്ന് ഇത്ര ആളുകൾ എന്ന് പറഞ്ഞിട്ട് 14ാം നൂറ്റാണ്ടിൽ തന്നെ അതെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇവരുടെ ജീവിതം അങ്ങനെ തേടി പോകാന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ലിറ്ററേച്ചറുകൾ മുഹിദ്ദിമാല പോലത്തെ ഇപ്പോൾ അറബ് തമിഴിലാണെങ്കിലും മലയിലാണെങ്കിലും ദഖ്നിയിലാണെങ്കിലും പഷ്തോലും കശ്മീരിയിലൊക്കെ ഇഷ്ടംപോലെ 16ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ടിൽ ജിലാനിനെ പറ്റിയുള്ള ഷാഫി ഈ ട്രഡീഷൻ പിന്നെ തീരങ്ങളിൽ വ്യാപിച്ചു, ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പിന്നെ ഇൻലാൻഡുകളിൽ ഹനഫി വ്യാപിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ടല്ലോ. അതുപോലെ ഒരു ഈ ഓഷ്യാനിക് ആയിട്ടുള്ളതാണോ അല്ലാതെയും സാധനങ്ങൾ? ഞാൻ അങ്ങനെയാണ് എൻ്റെ ആലോചനകൾ ആദ്യം തുടങ്ങുന്നത്. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അത് ഓഷ്യാനിക് എന്ന് മാത്രമല്ല റിവറൈൻ എന്ന് പറയുന്ന ഹിൻഡർലാൻഡ്സിലേക്കും ഇത് ഭയങ്കരമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് ഫൈൻഡിങ്ങിലാണ് എത്തി നിൽക്കുന്നത്. അതെ ദക്കനിലും കശ്മീരിൽ ജീലാനിൻ്റെ എന്താണ് ദസ്തഗീർ സാഹിബ് കന്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഉണ്ട്. അത് ജിലാനിൻ്റെ മുടി അവിടെ സൂക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ആക്ച്വലി ഞാൻ MCRCയിലുള്ള സമയത്ത് എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഒരു മ്യൂസിക്കൽ പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ സുർസാസ് ആവാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെലിവിഷൻ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് ചെയ്തത് ഞങ്ങളുടെ ഒരു സെഗ്മെൻ്റ് എന്ന് കശ്മീരി സെഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കശ്മീരി പാട്ടുകാരനെ കൊണ്ടുവന്നു, ഫൈസ്. അപ്പോൾ അവൻ ആക്ച്വലി നമ്മളോട് പറയുന്ന സാധനം ഞാൻ ചിശ്തി എല്ലാം എന്താണ് ജിലാനി തങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്, അതും ചിശ്തി അജ്മീരി രണ്ടും കൂടെ വരുന്നൊരു സംഗതിയുണ്ട്, ഇത് രണ്ടും കൂടെ കോർപ്പറേറ്റുള്ള ഒരു സംഗതി, ഒരു കവാലൊന്നല്ല അതേപോലത്തെ ഒരു സംഗതിയായിട്ട് അത് ഞാൻ പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മൾ ചിശ്തി ഓക്കെയാണ് നമുക്ക് മനസ്സിലായി, പക്ഷേ കശ്മീരിലോട്ടൊക്കെ ഇത് വളരെ പിന്നെ നോർമലായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ ഇത്രയും ശക്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു ഭയങ്കര പവർഫുൾ ഖാദിരി ട്രഡീഷനും ജിലാനി ട്രഡീഷനും. കശ്മീരിലൊക്കെ പോകുമ്പോൾ പിന്നെ വണ്ടിൻ്റെ പാക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ദസ്തഗീർ കി ഹവാലെ പേ എന്നുള്ളത്, അതായത് മൂപ്പരുടെ പ്രൊട്ടക്ഷനിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പഞ്ചാബിൽ ഭയങ്കര ജീലാനി ഖാദിരി ട്രഡീഷൻ നമ്മളിവിടെ അത് വളരെ കുറവ്. ഇപ്പോൾ നമ്മളിവിടെ ചില ബസ്സുകളിലേക്ക് കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ പറയാറില്ല അത്. പക്ഷെ നമ്മളിപ്പോൾ സുന്നികളുടെ ഇടയിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഇപ്പോൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഹാദാമിൻ ഫദ്ലി റബ്ബി എന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ സുന്നികളെ അത്രയും എല്ലായിടത്തും ഇങ്ങനെ ഒരു എംബോഡി ചെയ്യണത് പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് പോലും നിങ്ങൾ ഈ പറഞ്ഞല്ലേ കശ്മീരിൽ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു സംഗതി ഇവിടെ കണ്ടു വളരെ കുറവാന്ന് തോന്നിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ ഇപ്പോൾ കായൽപട്ടണം കീഴക്കര ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ വണ്ടികൾക്കൊക്കെ പേരുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നുള്ള. അല്ലാണ്ട് ഇതുപോലെ നിങ്ങൾ പറയുന്ന പോലെ കീഴക്കര ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ? കീഴക്കരയും കായൽപട്ടണമൊക്കെ ഭയങ്കര എന്താണ് ഈ എന്താണ് ഒരുപാട് സീഫെയറിംഗ് കമ്മ്യൂണിറ്റി ഇപ്പോഴും കടലുമായി ബന്ധപ്പെട്ട് ജംപ് ബിസിനസ്സും രത്നങ്ങളുടെ ബിസിനസ്സും ഇതൊക്കെ ആയിട്ടുള്ള. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, മൂപ്പര് പറയും കിഴക്കരയിൽ വന്നാൽ
പ്രത്യേകിച്ച് റമദാനിലൊക്കെ വന്നാൽ അവരുടെ ഈ ഫുഡ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ ക്യൂസിൻസ് ഒക്കെ. അപ്പോൾ അധികം ആളുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ, ആംസ്ട്രോങ്ങിനെ അറിയാലോ, നമ്മുടെ തമിഴ്നാട്ടിലെ ആംസ്ട്രോങ് ഫെർണാണ്ടോ, മൂപ്പര് ഇപ്പോഴും പറയണം കിളക്കര അവരുടെ വീടൊക്കെ കണ്ട പഴയ വീടുകൾ തോന്നും, പക്ഷെ ഇവർക്കൊക്കെ മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ വേറെ വീടുകൾ ഉണ്ടാവും, വലിയ ഇപ്പോഴും ആ പഴയ ബിസിനസ്സുകളൊക്കെ അതേപോലെ കൊണ്ടുവരുന്ന ആളുകൾ. ഈ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ തന്നെ ഈ ട്രഡീഷൻ നേരത്തെ പറഞ്ഞല്ലോ, ലിറ്റററി ആയിട്ടുള്ള സംഗതിയാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതി എന്ന് സൂചിപ്പിച്ചു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റെലിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, മഞ്ചേരി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നുള്ള തൃപ്പഞ്ചി ഉസ്താദ് എന്ന ആൾക്കാർ പറയുന്ന അവിടെ ഒരു 3-4 കൊടിമരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുപ്പര് സമയത്ത് സ്ഥാപിച്ചതാണ്. അപ്പോൾ അവിടെ ഉറൂസൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള ഒക്കെ നടക്കുക. അപ്പോൾ അതിൽ ഒരു കൊടിമരം ജീലാനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ആളിങ്ങനെ ഒരു സുൽത്താൻ എന്നുള്ളൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ജീലാനി പല ആളുകളും നിയോഗിക്കുക. ഇപ്പോഴും സ്പിരിച്വൽ റെൽമ്, ഇപ്പോൾ സൈമൺ ഡിഗ്ബിൻ്റെ ഒക്കെ ക്ലാസിക്കൽ എസ്സേകളുണ്ട്, ദ സൂഫി ആൻഡ് ദ ഷെയ്ഖ് എന്നൊക്കെ ഉള്ള, അല്ല ദ ഷെയ്ഖ് ആൻഡ് ദ സുൽത്താൻ. അതായത് എപ്പോഴും ഇസ്ലാമിക് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന മിഡിവൽ സമയത്ത് എപ്പോഴും രാജാവിനൊരു ഫിസിക്കൽ അതോറിറ്റിയും പക്ഷേ ഒരു ഫിസിക്കൽ റെൽമിൻ്റെ അതോറിറ്റിയും അത് കൺട്രോൾ ചെയ്യുന്നൊരു സ്പിരിച്വൽ അതോറിറ്റി എപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ വർക്കിലും ജീലാനി ഒരു റിലീജിയോ പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുക. അതിലൊക്കെ ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അത് ബാന്തൻ സൽത്തനത്ത്, പിന്നെ ആച്ചിയ സൽത്തനത്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള, അങ്ങനെ തുടങ്ങിയിട്ട് മുഗളന്മാരും ടിപ്പുവും ആർക്കോട്ടും, അത് അവിടെ വരെ, അത് ഏർലി സമയത്ത് ഇത്ര നീണ്ടു കിടക്കുന്ന ഒരു റിലീജിയോ പൊളിറ്റിക്കൽ അധികാരത്തിൻ്റെ ഒരു മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ കൂടി നമുക്ക് ജിലാനിൽ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും. ഇപ്പോൾ മുഗളന്മാർ പറയുകയാണെങ്കിൽ ദാരോഷിക്കോ ഭയങ്കര ഖാദിരിയായിരുന്നു. ആളെ പെന്നേമ് ഖാദിരി എന്നായിരുന്നു. ആള് ദിവാനുകൾ എഴുതിയിട്ടുണ്ട് ജിലാനി തങ്ങളെ പറ്റിയിട്ട്. ഒരു ദിവാനുകൾ ഒരുപാട് കവിതകൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. പിന്നെ ജഹനാര ഇതായിരുന്നു പറയുന്നുണ്ട്, തിമുരിദ് വംശത്തിൽ നിന്ന് ജീലാനിനെ മനസ്സിലാക്കാനും അതിൻ്റെ മധുരം കിട്ടാനും യോഗ്യ ഉണ്ടായതാകെ ഞങ്ങൾക്ക് രണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ ജഹനാരന്റെ ഇതിലും പറയുന്നുണ്ട് ഇങ്ങനെ. നിസാമുദ്ദീൻ വലിന്റെയും അമീർ ഖുസ്രുവിന്റെ ഇടയിലുള്ള അതാണോ ജഹനാരുടെ മക്ബറ? അല്ലല്ല, അവിടെയല്ല, നിസാമുദ്ദീൻ ബസ്തിയിലല്ല എന്ന് തോന്നുന്നു ജഹനാരന്റെ മക്ബറ. പിന്നെ കുറച്ചും കൂടെ മാറിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ദാറുഷിക്കോവിൻ്റെ തന്നെ ലാഹോറിലുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, ഹുമയൂൺ ടോമിലെ ഇവിടെ കുറെ കബറുകളുണ്ടല്ലോ, അതിലൊരു കബറാണ് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അതെ, പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഖാദിരികൾക്കും ജീലാനിക്കും ഇപ്പോൾ അതൊരു വലിയ സ്റ്റോറി. അത് ഭയങ്കര റിലീജിയോ പൊളിറ്റിക്കൽ അതോറിറ്റി ഉണ്ട് പല സ്ഥലം. ഇപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബിനെ പറഞ്ഞ സമയത്ത് ആണ്. കാരണം അതുണ്ടാകാനുള്ളൊരു കാരണം ഈ ക്രൂസൈഡ് നടന്ന സമയത്ത് ബഗ്ദാദിൽ നിന്ന് ആളുകളെ സൂഫികളായിട്ടും അതോടൊപ്പം മിലിറ്റൻസ് ആയിട്ടും മൂപ്പര് പിന്നെ ട്രെയിൻ ചെയ്തിരുന്നു. എന്നിട്ട് ക്രൂസൈഡിലേക്ക് ആളുകളെ അയച്ചിരുന്നു എന്നൊക്കെ ഉള്ള. സലാഹുദ്ദീൻ അയ്യൂബിൻ്റെ അത്ര ഹിസ്റ്റോറിക്കലി അല്ലെങ്കിലും ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മഖദീസി ഉണ്ട്, ഒരു പലസ്തീന്. ആള് കൃത്യമായിട്ട് ആൾക്ക് ജിലാനിയായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറഞ്ഞൊരു ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കണ്ടതാണ്. അതായത് ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ ഈ ജിലാനി തങ്ങൾക്ക് ഭയങ്കരമായ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതായത് നേരിട്ട് എന്നുള്ളതല്ല, മൂപ്പര് ജിലാനി തങ്ങളെ ആ രൂപത്തിലാണ് കണ്ടിരുന്നത് തന്നെ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷനിൽ ഒരു അടക്കം, ഭയങ്കരമായിട്ട് ഒരു ഡിസിപ്ലിൻ സ്വന്തമായിട്ട് രൂപപ്പെടുത്താൻ സ്വാധീനിച്ചത് ഒരു പക്ഷേ ജിലാനി അടക്കമുള്ള ആളുകളുടെ ഒരു സ്പിരിച്വൽ ഡയറക്ഷൻ ആയിരിക്കാം എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പോൾ എൻ്റെ സൂക്ഷ്മത്തിനായിട്ടുള്ള പഠനങ്ങളിൽ ഒരു വലിയൊരു ഇൻ്റർവെൻഷൻ, അല്ലെങ്കിൽ എൻ്റെ തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷനായിട്ട് ഞാൻ കൊണ്ടുവരുന്നതും ഇതാണ്. ഇപ്പോൾ നമ്മൾ സൂഫികൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ ലൈം ലൈറ്റിന് റീസെൻ്റ്ലി കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു സൂഫിസം എന്ന് പറയുന്നത് എപ്പോഴും മിസ്റ്റിസിസം ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓഫ് കോഴ്സ് മിസ്റ്റിസിസം അതിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സൂഫികൾ എടുത്ത് നോക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൽ ഇപ്പോൾ കാന്തപുരസ്താദ് വലിയൊരു സൂഫി, അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഉള്ളാൾത്തങ്ങൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വലിയ സൂഫികളാണ്. അവർക്ക് ഒരുപാട് സൂഫി തരീക്കത്തുകളിലെ അഫിലിയേഷൻസ് ഉണ്ടാവും, അവർ ഇനീഷ്യേറ്റഡ് ആവും. അതോടൊപ്പം തന്നെ ഇവരൊക്കെ ക്ലാസ്സുകൾ ടീച്ചിങ് നടത്തുന്ന ടീച്ചേഴ്സാണ്, അതെ, മുദരീസുകളാണ്. അതോടൊപ്പം ഇവർ സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണ്, ഉലമ എന്ന് പറയുന്ന നമ്മളെ ഇതിൽ വരുന്ന ആളുകളാണ്.
അപ്പോൾ അതൊരു ഭയങ്കര അത് മൊത്തം സൂഫി സ്റ്റഡീസിനെ തന്നെ റീഇമാജിൻ ചെയ്യുന്നൊരു സംഭവം. കാരണം പല സൂഫി വെസ്റ്റേൺ അക്കാഡമി എന്നുള്ള പഠനങ്ങളും സൂഫികളുടെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു ഭാഗത്ത് അവർ ഒരു ഐസൊലേറ്റഡ് ലൈഫൊക്കെ ചിലപ്പം ജീവിച്ചിട്ടുണ്ടാവും. അതെ ആ ഒരു സമയത്തെ മാത്രം എടുത്തിട്ടോ, അല്ലെങ്കിൽ ചില സൂഫികൾ കംപ്ലീറ്റ്ലി സോഷ്യൽ നിന്ന് മാറി അവർ വളരെ റിസർവ് ആയിട്ടുള്ള അവരുടെ റിയാല പീരീഡ് ഒക്കെ മാത്രമേ പക്ഷെ ആ ഒരു സാധനത്തിനെ മാത്രം ഹിസ്റ്റോറിസൈസ് ചെയ്തിട്ടാണ് സൂഫിസത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അതാണ് സൂഫിസം എന്നുള്ളൊരു ഇത്. പക്ഷെ സൂഫികൾ ഇപ്പോൾ ഈ പറയുന്ന ജീലാനി തങ്ങളെ ഒരു ഇതായിട്ട് എടുക്കാനുള്ള കാരണം അത് ശരിക്ക് മൊത്തത്തിൽ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് റീഇമാജിൻ ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് ക്രൂസൈഡിലേക്ക് ആളുകളെ പ്രിപ്പയർ ചെയ്യുക, അതേസമയം പിന്നെ ടീച്ചിങ് ചെയ്യുക, അതേസമയം ജിലാനിൻ്റെ പ്രസംഗങ്ങൾക്ക് 10,000-20,000 ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ള ഈ പിന്നെ ഒരു ഈ ഉലമ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ചർച്ചകൾ, അതിലൊക്കെ ഈ പറയുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോൾ തസവൂഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ഉലമാനെ സംബന്ധിച്ചിടത്തോളം തസവൂഫ് എന്നുള്ളത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതായത് ഇൽമ് കരസ്ഥമാക്കുന്ന സമയത്ത് തന്നെ ഓരോ മുത്താലിമും ആർജിക്കുന്ന അദബ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഈ തസവൂഫിന്റെ മാർഗങ്ങളാണ്. നേരത്തെ ഞാൻ നിങ്ങൾ നമ്മുടെ നാട്ടിൽ സൂഫി ട്രെയിനിങ്ങും വളരെ അതെ അതങ്ങനെ ബാലൻസ് ചെയ്ത് പോവാന്നുള്ളൊരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ട്രഡീഷൻ. അതേസമയം ഈ തസവൂഫും ഫിഖ്ഹും അതൊക്കെ അതിൻ്റെ കൃത്യമായ ബാലൻസിൽ തന്നെ പോകണമെന്നും അത് ഈ പിന്നെ ഷെയ്ഖ് മുരീദ് അത് പിന്നെ എന്താ പറയുക തർബിയത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ വളരെ കണിശമായി വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണല്ലോ കേരളത്തിലെ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മിസ്റ്റിസിസം എന്നുള്ള ഒരു സംഗതിയായിട്ട് ഇതിനെ എന്താ പറയാൻ ചുരുക്കുകയാണോ എങ്ങനെയാണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും തസവൂഫുമായി ബന്ധപ്പെടുന്ന പഠനങ്ങളിൽ പല സംഗതികളും നോർമലൈസ് ചെയ്യപ്പെടുകയും അതിൻ്റെ ഗൗരവത്തിൽ, അതായത് ഈ പറയുന്ന സൂഫിയാക്കൾ എന്ന് നമ്മൾ പറയുന്ന ഇത്രയും വലിയ സ്റ്റാർവാർട്ടായിട്ടുള്ള ഐക്കൺസിൻ്റെ ടീച്ചിങ്സിൽ നിന്നൊക്കെ മാറി ഒരു ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രോബ്ലമാറ്റിക്. മൊത്തത്തിൽ ഒരു പേർഷ്യനേറ്റ് എന്നുള്ള ആ ഒരു പഠനങ്ങളുടെ ഒരു പ്രശ്നം കൂടിയാണ്. കുറേ പേർഷ്യനേറ്റ് പഠനങ്ങൾ വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട്. കാരണം ഏറ്റവും ആദ്യത്തെ സൂഫി പിന്നെ ഫിഗേഴ്സൊക്കെ ഉള്ളത് ഇന്ന് ഇറാനിൽ നിന്നുള്ള പേർഷ്യൻ എന്നാണ്. ഇപ്പോൾ മൗലാന റൂമി, പിന്നെ സാദി ഷിറാസി, ഹംസുൽ തബരീസി, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഫിഗേഴ്സൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. പക്ഷെ ഇവരെ ഈ പേർഷ്യനേറ്റ് പഠനങ്ങൾ പേർഷ്യൻ സ്റ്റഡീസ് ഉണ്ടായിരുന്നുള്ള ഇവരൊക്കെ ഒരു സെക്യുലറൈസ് ചെയ്തിട്ട് എന്താണ് ഒരു ഇസ്ലാമിക് ഇതിൻ്റെ പുറത്തുനിന്ന് ഇവരൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറേയൊക്കെ ഇങ്ങനത്തെ ഒരു തെറ്റായ ധാരണകൾ സൂഫിസത്തെ പറ്റിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റൂമി പോയിട്രി എല്ലാവർക്കും അറിയാം, പക്ഷെ റൂമി ഒരു ഇസ്ലാമിക് ട്രഡീഷൻ്റെ അകത്തുള്ള ഒരു എന്താണ് ശരിക്കുള്ള മഹത്വം പലപ്പോഴും ആ ഒരു സൂഫി ഫിഗർ ആയിരുന്നുള്ളത് നമുക്ക് കൃത്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ പഠനങ്ങളുടെ ഒക്കെ കുറേ പ്രശ്നങ്ങളാണിത്. അപ്പോൾ ജിലാനിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അങ്ങനത്തെ ഒരു തിയററ്റിക്കലി തന്നെ നമുക്കതിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഈ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ എല്ലാ ഔലിയാക്കളുടെയും കുത്തുബുകളുടെയും മുകളിലാണ് എൻ്റെ കാല് ചുമൽ, അതുപോലെ തന്നെ ഉണ്ടല്ലോ മുരീദി ലാ തഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി. ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ ഈ ഭരണകർത്താക്കളുടെ വലിയ ഔലിയാൻ്റെ പണ്ഡിതന്മാരുടെ അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ അവരുടെയൊക്കെ കുത്തുബുൽ അഖ്താബാണെന്നൊക്കെ പറയുന്ന സമയത്തും ഈ വളരെ സാധാരണ മനുഷ്യന് പോലും പെട്ടെന്ന് ഒന്ന് ഇരിയാളുകളുടെ ഒരു ഇതാണ് സിംപ്ലിസിറ്റിയാണ്. അതേപോലെ തന്നെ ഈ മുരീദി ലാ തഖഫ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ, എത്രയും ആളുകൾക്ക് ഒരു അത്താണിയായി മാറാനുള്ള സംഗതി, അത് ഈ രചനകളിലൊക്കെ ഈ സാധനം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ ഇത് ഇപ്പോൾ ജിലാനെ പറ്റിയുള്ള ലിറ്ററേച്ചറുകളിലെ ഒരു മെയിൻ ഏകദേശം എല്ലാ ലിറ്ററേച്ചറുകളിലും അതിലുണ്ടാവുന്ന ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും എൻ്റെ മുരീദാകാം, എൻ്റെ ശിഷ്യനാവാം, അല്ലെങ്കിൽ ഈ ഒരു പാതയിലേക്ക് ഖാദിരിയ പാതയിലേക്ക് ജോയിൻ ചെയ്യാം, ഏതൊരാവശ്യത്തിലും ഞാൻ കൂടെ. അതെ ഇപ്പോൾ എപ്പിത്തറ്റ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇത്രയും റിലീജിയോ പൊളിറ്റിക്കൽ അതോറിറ്റി മുഗളന്മാരും ടിപ്പു സുൽത്താനും അടങ്ങുന്ന ഈ വലിയ സൽത്തനത്തുകളൊക്കെ ആളെ ഒരു ഇതായിട്ട് എടുക്കാനുള്ളൊരു കാരണം ആളുടെ ഈ ഒരു സംഭവമാണ്. അതായത് ഏത് ക്രൈസിസിൻ്റെ നേരത്തും
അതെ. ആള് കൂടെ ഉണ്ടാവും. ഉം. അപ്പോൾ പീർ ദസ്തഗീർ എന്നാണ് നോർത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ ജീലാനിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂപ്പര് എപ്പിത്തെറ്റുകൾ, ഉം. ടൈറ്റിലുകൾ ഓരോ സ്ഥലത്തുള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഉം. നോർത്ത് ഇന്ത്യയിൽ പീർ ദസ്തഗീർ എന്ന് പറയാം, അതായത് കൈ കൊടുക്കുന്ന ആൾ അതെ. ആവശ്യത്തിൻ്റെ സമയത്ത്. അതെ. ഇപ്പോൾ ഗൗസുൽ ആലം എന്നുള്ളത്, അതെ. അത് ഹൗസ് എന്നുള്ളത് ഒരു സൂഫി ഹൈറാർക്കിയിലുള്ള ഒരു ഏറ്റവും പൊസിഷൻ ആണെങ്കിലും ഉം. ഹൗസ് എന്ന് പറയുന്നത് ഒരു സഹായി, ഏറ്റവും വലിയ ഏറ്റവും വലിയ സഹായി എന്നുള്ള സഹായം. ഒരിതുണ്ട്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണെങ്കിലും കഞ്ചങ് സുൽത്താൻ, സേഖ് എന്നൊക്കെ പറയുന്ന ഉം. അങ്ങനെ എന്താണ്. അവരുടെ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പ് അതെ അതെ. സാധനമാണ്. അപ്പോൾ ആള് ഭയങ്കര ഹെൽപ്പിംഗ്. ഇപ്പോൾ ഉം. ഓഷ്യനായിട്ട് ബന്ധപ്പെട്ടുള്ളതിലൊക്കെ, പിന്നെ ഹിസ്ബുൽ ബഹറിലൊക്കെ, ഉം. അതായത് കടലിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ കടലിൽ നിന്ന് അല്ലെങ്കിൽ യാത്രയുടെ സമയത്ത് ചൊല്ലുന്ന ഒരു അതെ. ഒരു ലിറ്റണിയാണല്ലോ. അപ്പോൾ അതിലൊക്കെ ഉള്ളതൊക്കെ, അപ്പോൾ ജീലാനി ഭയങ്കരമായിട്ട് അതിലൊരു പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ കടലിൽ എപ്പോഴും, കടലുമായി ബന്ധപ്പെട്ടതിലും ഇങ്ങനത്തെ സഹായത്തിനെപ്പോഴും ഉം. ഉം. ജീലാനി അപ്പോൾ ഒരു സഹായത്തിൻ്റെ ഒരാളാണ് എപ്പോഴും. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ലിറ്ററേച്ചറുകളിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് മൂപ്പര് ഒരു സഹായിയായിട്ടും അതെ. പ്രശ്നങ്ങളുടേതായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വബ എന്ന് പറയുന്ന ഈ എപ്പിഡമിക്സ് വരുമ്പോൾ, ഇതിലൊക്കെ ഇപ്പോൾ മുഹ്യുദ്ദീൻ മാലൻ്റെ എപ്പോഴും മുമ്പ് മുഹ്യുദ്ദീൻ മാല പാടും. പക്ഷേ മുഹ്യുദ്ദീൻ മാലിന് ശേഷം തന്നെ അതുപോലെ തന്നെ അറബി കവിതയും ഖാദി മുഹമ്മദിൻ്റെതായിട്ടുള്ള ഉം. ഉം. അതിനോട് അനുബന്ധിച്ചുള്ള മാനസ്പെട്ടുകളൊക്കെ വരുന്ന ഒരു അറബി കവിത ഉണ്ട്. അതിൽ കൃത്യമായിട്ട് ഇങ്ങനത്തെ ദുരിത സമയത്തും, ഇങ്ങനത്തെ എപ്പിഡമിക്സിൻ്റെ സമയത്തും, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ മൂപ്പരുടെ രക്ഷ വേണം, അല്ലെങ്കിൽ രക്ഷ കിട്ടും എന്നുള്ള രൂപത്തിലുള്ള പിന്നെ ഉത്ബോധനത്തിൻ്റെ കവിതകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അപ്പീല് പോലെ കാണാം. എല്ലാ ലിറ്ററേച്ചറുകളും എപ്പോഴും കാണുന്ന ഒരു ഇതാണ്. ഈ നമ്മൾ JNUവിൽ നിന്ന് ഇവിടേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, ഷിക്കാഗോയിലേക്കുള്ളൊരു മാറ്റം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഗവേഷണത്തിൻ്റെ പ്രതലങ്ങൾ മാറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരുപാട് ആളുകൾ ആസ്പയർ ചെയ്യുന്നൊരു സംഗതി കൂടിയാണ് ഈ അക്കാഡമിക്സിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ. ഈ പിന്നെ ഇന്ത്യൻ അക്കാഡമിയിൽ നിന്ന് ഈ പ്രത്യേകിച്ച് വെസ്റ്റേൺ അക്കാഡമി, അതും US-ലേക്കുള്ള അക്കാഡമികളിലേക്കൊക്കെ മാറുമ്പോഴുള്ള ഒരു സാധ്യത എന്താണ്? വളരെ ക്ലീശ ഒരു സംഗതിയാണ്, എന്നാൽ പോലും അതിനെ നമുക്കൊരു കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് കണ്ടാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? ഒന്ന്, ഫണ്ട് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് വളരെ കുറഞ്ഞ എഡ്യൂക്കേഷൻ, അത്രയും കുറഞ്ഞ പിന്നെ എന്താണ് ബജറ്റും കുറഞ്ഞ ഫണ്ടിങ് ഒക്കെ ഉള്ളൊരു നാടാണ്, പ്രത്യേകിച്ച് റിസർച്ചിന്, ഹയർ എഡ്യൂക്കേഷൻ. അതെ. ഇന്ത്യയിൽ ഓഫ് കോഴ്സ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തു നോക്കുമ്പോൾ 12ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ ചിലപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും നല്ലതാവാം, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും നല്ലതാവും. പക്ഷെ അതിന് ശേഷമുള്ളത് വളരെ അവതാളത്തിലെന്നൊക്കെ പറയുന്ന രൂപത്തിലാണ് ഹയർ എഡ്യൂക്കേഷൻ തീരെ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സെക്ടറിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ മൗലാന ആസാദിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് GDP-യുടെ 6% നമ്മൾ നീക്കി വെക്കുന്ന ഒരു വിഷൻ വേണമെന്നാണ്. അത് ഒരു കാലത്തും ഉണ്ടായില്ല. അപ്പോൾ പതുക്കെ വന്ന് ഒരു 4 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല MNF അടക്കമുള്ള വളരെ തുച്ഛമായ സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അതുപോലും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഫണ്ടിങ് ഫണ്ടിങ് വളരെ ഇതാണ്. കാരണം അവിടെ അത്യാവശ്യം നല്ല ഫണ്ടിങ് ഉണ്ട്, സ്റ്റൈപ്പൻഡ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഫണ്ടിങ്. ഇപ്പോൾ ഉള്ള ഫണ്ടിങ് തന്നെ നമ്മുടെ നാട്ടിൽ 4 മാസം 5 മാസം കൂടുമ്പോഴൊക്കെ വരിക. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നല്ല ഫണ്ടിങ് ഉള്ളപ്പോഴാണ് നമുക്ക് ഇത്രയും ട്രാവൽ ചെയ്യാനും, ഇത്രയും പുസ്തകങ്ങൾ വാങ്ങാനും, ഇത്രയും മറ്റുള്ള റിസോഴ്സുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു വലിയ കൺസേൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലുള്ള ലൈബ്രറീസ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ റഗൻസ്റ്റൈൻ ലൈബ്രറി ഞാൻ ഇപ്പോഴും ഭയങ്കര ആവേശത്തോടെ പറയുന്നത് ഇതാണ്. ഇപ്പോഴും അവിടുത്തെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലേക്ക്, സൗത്ത് ഏഷ്യൻ സെക്ഷനിലേക്ക് മാത്രം എത്രയോ 50 ബോക്സസ് എല്ലാ മാസവും പുസ്തകങ്ങൾ വരും സൗത്ത് ഏഷ്യൻ പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് നിന്ന്. അതിൽ നമ്മുടെ നാട്ടിലെ അതർ ബുക്സും, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും, സാഹിത്യ അക്കാദമി മുതൽ വലിയ വലിയ പബ്ലിഷേഴ്സ് വരെയുള്ള ബംഗ്ലാദേശും നേപ്പാളും ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും എന്നുള്ള 50 പെട്ടികൾ എല്ലാ മാസവും പുസ്തകങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള കാറ്റലോഗിങ്. അപ്പോൾ ഇതുവരെ എനിക്കൊരു മലയാള പുസ്തകം വേണമെന്ന് വെച്ചിട്ട് കിട്ടാതിരുന്നിട്ടില്ല ലൈബ്രറിയിൽ നിന്ന്. അത്രയും എന്നെ എപ്പോഴും അതിശയിപ്പിക്കുന്നതാണ് ഒരു പുസ്തകം. ഞാൻ അതുകൊണ്ട് തന്നെ പുസ്തകം കിട്ടാൻ വേണ്ടി ഞാൻ സ്റ്റാക്സിലേക്ക് പോകും. പല യൂണിവേഴ്സിറ്റികളും സ്റ്റാക്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി ഷിക്കാഗോ എന്ന് വെച്ചാൽ മുഴുവൻ നമുക്ക് ആക്സസിബിളാണ്. ഉള്ളിൽ പോയിട്ട് നമ്മൾ പുസ്തകം നോക്കുമ്പോൾ പല പുസ്തകങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഇവിടുത്തെ പല ലൈബ്രറികളിലും കാണാത്ത പഴയ, അത് നമ്മളിപ്പോഴും ആർക്കൈവ്സിലൊക്കെ പോയിട്ട് ആക്സസ് ചെയ്യേണ്ട കൃതികളൊക്കെ ഇപ്പോഴും അവിടെ സർക്കുലേഷനിൽ, അതും നല്ല രൂപത്തിൽ അത് പ്രിസർവ് ചെയ്തിട്ട്. പിന്നെ അവിടുത്തെ ലൈബ്രറികളൊക്കെ പ്രത്യേകം വെച്ചാൽ ആർക്കും അത് യൂസ് ചെയ്യാം. ഏതൊരാൾക്കും അവിടുത്തെ ഏത് ലൈബ്രറിയിലും കയറിയിട്ട് പുസ്തകങ്ങൾ നോക്കാം, ഇരിക്കാം, എന്താക്കാം. അപ്പോൾ
അതിനേക്കുള്ള ആക്സസ്. പിന്നെ അതുമല്ല നമുക്കൊരു പുസ്തകം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ US-ലെ നോർത്ത് അമേരിക്കയിലെ ഏത് ലൈബ്രറിയിൽ നമുക്ക് 2 ദിവസത്തിനോ 3 ദിവസത്തിനുള്ളിൽ ആ പുസ്തകം അവർ അയച്ചു തരും. ആ, നമ്മൾ ആ, ആ. റിക്വസ്റ്റ് കൊടുത്താൽ. അതിന് പ്രത്യേക ഇതൊന്നുമില്ല. ഒരൊറ്റ ക്ലിക്കിൽ അതെ. എത്ര പുസ്തകം നമുക്ക് വേണമെങ്കിലും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഭയങ്കര കാരണം നമ്മളൊക്കെ PhD എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കോളർഷിപ്പിലേക്കുള്ള എക്സിസ്റ്റിംഗ് സ്കോളർഷിപ്പിലേക്കുള്ള ആക്സസും കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ റിസർച്ചിനെ പറ്റിയുള്ളൊരു അതെ. ഭയങ്കര ഒരു റീസെർച്ച്. അതിൻ്റെ ഒരു എന്താ പറയുക വൾണറബിലിറ്റി എന്നുള്ള രൂപത്തിൽ നമ്മൾ എപ്പോഴും പറയാൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. നമ്മളൊരു 10 പുസ്തകം വായിച്ചിട്ട് അതിലെ സ്കോളർഷിപ്പ് ബേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് അതെ, അതെ, ചെയ്യുന്നത്. അതെ. 11ാമത്തെ ഒരു പുസ്തകത്തിൽ നമുക്ക് ആക്സസ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ അതെ. 11ാമത്തെ പുസ്തകം നമ്മൾ ആ പുസ്തകം എഴുതിയിട്ട് ആർട്ടിക്കിൾ എഴുതിയതിനു ശേഷം വായിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൽ നമ്മൾ പറയുന്ന ചിലപ്പോൾ അത് തന്നെ പറയുന്നത് ചിലപ്പോൾ അതിനെതിരെ പറയുന്നുണ്ടാവും. എതിരായിട്ടുള്ള അത് നമുക്ക് ആക്സസ് ഇല്ലാതെ അപ്പോൾ ഇതൊരു ഭയങ്കര നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ സാധനങ്ങളും വായിച്ചിട്ട് ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് ഈ നോളജിന്റെ ഓരോ അടരുകളിലേക്കുള്ള ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതെ വിഷയം അതെ അല്ലേ? അതെ അതെ അപ്പോൾ ഭയങ്കര അത് പിന്നെ കുറേയൊക്കെ പ്രൊഫഷണൽ ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് പൊതുവെ സാധാരണ ഇപ്പോൾ JNUവിലൊക്കെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത സമയത്തൊക്കെ ചെറിയ രൂപത്തിലുണ്ടായിരുന്നു. പക്ഷേ പൊതുവെ പല യൂണിവേഴ്സിറ്റികളിലും ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അത് അതെ, ഒരാളെ അതെ, അതെ. പ്രശ്നമൊന്നുമല്ല. സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ പ്രശ്നം ട്രെയിനിങ് കിട്ടൽ വളരെ കുറവാണ്. നല്ല രൂപത്തിലുള്ള ട്രെയിനിങ് കിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇപ്പോൾ PhD ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ കോഴ്സ് വർക്ക് തന്നെ വളരെ റിഗ്രസ് ആണ് അല്ലേ? പിന്നെ ഇപ്പോൾ ഞാൻ പ്രപ്പോസൽ ഡിഫെൻഡ് ചെയ്ത് 4th ഇയർ അവസാനം അത് പറയുമ്പോൾ തന്നെ ആളുകൾ അതങ്ങനെ അതെ. കാരണം പ്രപ്പോസൽ കൊടുത്തിട്ടാണ് നമ്മളൊരു PhDക്ക് കയറുന്നത് നമ്മുടെ നാട്ടിൽ. അതെ പ്രപ്പോസൽ കൊടുത്തൊരു PhDക്ക് കയറി പിന്നെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ഒരു നമുക്ക് മാറ്റാൻ പോലും പറ്റില്ല. അതെ. അത് ഭയങ്കര ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും അങ്ങനെ അത് പെർസ്യൂ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ട് നിങ്ങൾ ആ പ്രപ്പോസൽ ഉണ്ടാക്കുന്ന കോഴ്സ് വർക്ക് എന്ന് പറയുന്നതൊക്കെ അതെ ഫസ്റ്റത്തെ 2 വർഷം കോഴ്സ് അതെ വർക്കാണ്. ആ ഒരു സംഗതി തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആസ് എ റിസർച്ചർ എന്നുള്ള രൂപത്തിൽ കൃത്യമായി ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതെ നമ്മൾ തിയററ്റിക്കലി പിന്നെ ലാംഗ്വേജ് പ്രത്യേകിച്ച് ഞാൻ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ അറബി, പേർഷ്യൻ, തമിഴ്, ഹിന്ദി, ഉറുദു, പിന്നെ മലയ് അങ്ങനത്തെ കുറേ ഭാഷകൾ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതെ പഠിക്കാൻ പറ്റും. പഠിക്കാനുള്ള അവസരം ഉണ്ടായി. ഇത് പഠിക്കാൻ നമുക്ക് അതത് നാടുകളിൽ തന്നെ പോയി പഠിക്കാം അല്ലേ? അതുകൊണ്ട് നമ്മൾ സമ്മർ സമയത്ത് നമുക്ക് ട്രാവലിംഗ് ചെയ്യാം. പക്ഷേ അവിടെ തന്നെ അതിനുള്ള ടീച്ചേഴ്സും കൃത്യമായിട്ടുള്ള പ്രോഗ്രാമും അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3rd ഇയറിലാണ് നമ്മുടെ കോംപ്രഹെൻഷൻ ടെസ്റ്റുകൾ നടക്കുന്നു. പിന്നെ 4th ഇയറിലാണ് നമ്മൾ പ്രപ്പോസൽ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത്. ടെസ്റ്റുകളൊക്കെ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു 100, 150, 200 പുസ്തകങ്ങൾ വായിച്ചിട്ട് അത് പിന്നെ നമ്മൾ ഒരു എക്സാം നടത്തുക ചെയ്യുക. പിന്നെ ഈ ഭാഷ പഠനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ റിസർച്ച് റിക്വയർ ചെയ്യുന്ന എത്ര ഭാഷകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതും ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ നോക്കാനുള്ള അത്രയും അവകാശം ഉണ്ടാവും. അത് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എനിക്ക് അറബി അറിയാമെന്ന് പറയുമെങ്കിലും സ്പോക്കൺ അറബി അതെ എനിക്ക് അറിയില്ല. കാരണം നമ്മൾ അധികം ട്രെയിനിങ് കിട്ടുന്നതും ക്ലാസിക്കലിലാണ്. അല്ല സ്പോക്കൺ അറബി ഇപ്പോൾ മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്ക് എന്ന് പറഞ്ഞാൽ MSA അതാണെങ്കിൽ അത് അങ്ങനെയും ഫോളോ ചെയ്യുന്നതാണ് തുടക്കം മുതൽ. പക്ഷേ ഞാൻ ഓൾറെഡി കുറച്ച് അറബിയിൽ ബേസ്ഡ് ആയിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർമീഡിയറ്റ് തൊട്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അതെ അപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് US യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസിലെ ഫണ്ട് കട്ടും ട്രംപും ഫെഡറൽ ഫണ്ട് കട്ടൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അടച്ചു പൂട്ടുന്നുണ്ട്. കാരണം AI കാലത്തിന് എന്തിനാണ് ലാംഗ്വേജ് ട്രെയിനിങ് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇത് ഈ വിദ്യാഭ്യാസം ഗവേഷണം ഇതിനൊക്കെ നേരെയുള്ള പ്രശ്നങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് അല്ലേ? ഇന്ത്യയിൽ മാത്രമല്ല. അപ്പോൾ അതെ 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 എല്ലായിടത്തും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളൊരു സംഭവം ഞാൻ വളരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡൽഹിയിലുണ്ടായിരുന്ന ഏസാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു വിഷയമാണെന്ന് പറയുമ്പോൾ പലർക്കും അതിശയം. കാരണം അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റി ഈ മുഹിദ്ദീൻ ഷെയ്ഖിൻ്റെ ജീവിതവും അതിൻ്റെ ട്രഡീഷനും ലെഗസിയും ഒക്കെ എങ്ങനെയാണ് പല നാടുകളിലും ഉണ്ടാവുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഫണ്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. അതിന് ഗവേഷണത്തിന് അവസരം ഉണ്ടാകുന്നതിനുള്ള അതിശയമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് പലയിടങ്ങളിലും നമ്മൾ പലപ്പോഴും അത്രയൊന്നും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ താല്പര്യം എടുക്കാത്ത ഗവേഷണ സാധ്യതകൾ കാണാത്ത വിഷയങ്ങളെ അവർ താല്പര്യമെടുത്ത് പഠിക്കാനും ഗവേഷണം ചെയ്യാനും സൗകര്യമൊരുക്കുന്നു എന്നൊരു അതിശയമുള്ള കാര്യമാണ്. എന്തായിരിക്കും ഇപ്പം അതിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? ഇതുപോലെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇനിയും ഉള്ളിലേക്ക് അവരിറങ്ങുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ ഓഫ് ഫോക്കസ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുമോ?
മലബാറിന് കിട്ടുന്ന ഒരു വലിയൊരു ഒരു സംഗതി ഉണ്ടല്ലോ. അതെ. ഇപ്പോൾ എന്താ വെച്ചാൽ US യൂണിവേഴ്സിറ്റികളൊക്കെ കുറേ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ US മെയിൻ യൂണിവേഴ്സിറ്റികളൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ ഹാർവേഡ്, ഷിക്കാഗോ, യുപെൻ, ഈ ഐവി ലീഗൊക്കെ വരുന്നതൊക്കെ പ്രൈവറ്റ് ആണ്. അപ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ഫെഡറൽ കൺട്രോളുകൾ കുറവാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫസേഴ്സിന് അത്യാവശ്യം നല്ലൊരു ഫ്രീഡം ഉണ്ട് അവിടെ. എങ്ങനത്തെ പഠനങ്ങൾ നടത്തണം, എങ്ങനത്തെ പ്രൊജക്റ്റുകൾ ചെയ്യണം, എങ്ങനത്തെ സ്റ്റുഡൻസിനെ എടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവരുടെ കോളാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പ്രൊഫസറിന് എത്ര കാലം ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അത്രയും കാലം ഇതൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി ചിലപ്പം അത്രയും ബാധിക്കണം എന്നില്ല ഇങ്ങനത്തെ എന്ത് വിഷയം പഠിക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ളൊരു വലിയ പ്രശ്നം റിലീജിയസ് സ്റ്റഡീസ് എന്നുള്ളത് ഇപ്പോഴും മദ്രസയിലോ അതെ. പിന്നെ മതപഠനശാലകളിൽ പോയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. പക്ഷെ US എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഹിസ്റ്ററിയിലാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ ചെയ്യുന്ന ഒരാളുണ്ടാവും, റിലീജിയൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അങ്ങനത്തെ ആളുകൾ. ഇപ്പോൾ റിലീജിയൻ ഡിവിനിറ്റി സ്കൂൾ റിലീജിയസ് സ്റ്റഡീസ് എന്നുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സോ കോൾഡ് മദ്രസകളിൽ തിസീസ് ചെയ്ത് തീർക്കേണ്ട സംഭവങ്ങളൊക്കെ അവിടെ അതിന് ഇമ്പോർട്ടൻസും ആ ഒരു നോളജ് ട്രഡീഷനും അതിൽ വരുന്ന ചിന്തകൾക്കും അതിൽ വരുന്ന ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസിനൊക്കെ ഇപ്പോഴും അതിന് കൂടുതൽ റെലവൻസ് ഇന്റർ കാണുന്നുണ്ട്. ഡിസിപ്ലിനറി ഒക്കെ ആയിട്ട് നടക്കുന്ന പഠനങ്ങൾ പലപ്പോഴും ആ മേഖലയിലേക്ക് നടക്കുന്ന പഠനങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ. ഈ വിവിധ പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഗതി കണ്ടിരുന്നു. ഇപ്പോൾ ഈ ഹിന്ദു ട്രഡീഷൻ്റെ അവരുടെ ആചാരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചാൻസ് ഉണ്ടല്ലോ, അതിലെ സ്വരങ്ങളും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ സോണിക് മീഡിയേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പഠനങ്ങൾ അത് നടത്തുന്നതൊക്കെ ഈ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളുടെ ഇതാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ ഭാരതീയ സംസ്കാരം മറ്റുമൊക്കെ പറഞ്ഞിട്ട് ഇത്ര ബഹളം ഉണ്ടാക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്കാദമിക പഠനങ്ങളിലൊന്നും അല്ലല്ലോ താല്പര്യം. ഇതൊക്കെ പെറ്റി പൊളിറ്റിക്കൽ സാധനങ്ങളിലോട്ട് മാത്രം ചുരുങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്ത് തരം വർക്കുകളാണ് വരുന്നത് എന്നുള്ളതും വലിയൊരു കൺസേൺ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ സ്വാധീനിക്കുന്നുള്ളതാണ്. ഞാനൊരു ഒരു ഒരു കുറച്ചും കൂടെ ഇതായിട്ട് ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് നേരമായി നമ്മൾ സംസാരിക്കുന്നത്, സമയം അറിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അത്രയും രസമായിട്ട് സംസാരിച്ചു. ഞാനൊരു ഇത് ഇപ്പം നമ്മൾ പോളിസിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഈ ഒരു സംഗതി മാറണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തൊരുപാട് അക്കാഡമിയെ നിങ്ങൾ കാണുന്നുണ്ട്, അതിലൊക്കെ എക്സ്പോഷർ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഈ നേരത്തെ പറഞ്ഞ പ്രൈമറി എഡ്യൂക്കേഷനിൽ സെക്കൻഡറി തലം വരെ നമ്മൾ അടിപൊളിയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ പോലും അവിടെയൊക്കെ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ പോലും ഹയർ എഡ്യൂക്കേഷൻ്റെ സമയത്ത് എത്തുമ്പോൾ നമ്മളത്ര പോരാ, നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കാം? ഏത് തരം സമീപനത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു പുരോഗതിയോ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. കാരണം പല ആളുകളും ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനും പിന്നെ പ്രൈമറി എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അടുത്ത് വരെ ഷാക്കിർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളെന്നെ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, പഴയ ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ റിസർച്ച് പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഹയർ എഡ്യൂക്കേഷനും റിസർച്ച് ബന്ധിതമൊന്നുമല്ല. അപ്പോൾ അതായത് ഹയർ എഡ്യൂക്കേഷന് കേപ്പബിൾ ആയിട്ടുള്ള രൂപത്തിലേക്ക് ഇവിടുത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ വളർന്നിട്ടില്ല എന്നുള്ളതും അതാണ് എനിക്ക് തോന്നുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ആയിട്ടൊക്കെ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും അതിലാർക്ക് എത്രയോ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത്. പല രൂപത്തിൽ നോക്കുകയാണെങ്കിൽ എത്രയോ യൂണിവേഴ്സിറ്റികളും എത്രയോ പല തരത്തിലുള്ള സൗകര്യങ്ങളും നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഫാക്കൽറ്റീസൊക്കെ ഉണ്ട്. എങ്കിലും പക്ഷെ അവിടെ നിന്ന് വരുന്ന ആളുകൾ അതിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റം, അതിലേക്ക് ആളുകളെ പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതാണ്. ഇപ്പോൾ ഇന്ത്യയൊക്കെ കേസ് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു ഇംഗ്ലീഷ് പുസ്തകം ടൈറ്റിൽ ടു ടൈറ്റിലൊക്കെ വായിക്കുന്നത് ചിലപ്പം ഞാൻ എൻ്റെ ഡിഗ്രി സമയത്തൊക്കെ ആവും. കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ അത് വായിക്കാനുള്ള തരത്തിലുള്ള ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിരോധാഭാസങ്ങളുടെ രൂപത്തിൽ പറഞ്ഞു, അതായത് LKG മുതൽ LKG പഠിക്കുന്ന ആളുകളാണ് +2 വരെ നമ്മൾ 3 ലാംഗ്വേജുകൾ എന്തായാലും ഒരാൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ലാംഗ്വേജുകളിലൊക്കെ നമുക്കുള്ള അവഗാഹം എന്താ, പഠിക്കുന്നുണ്ട്, പഠിക്കുന്നില്ല. അതെ, ഭയങ്കര സീറോ ആണ്. നമ്മൾ ഒരു പ്ലേസ്മെൻറ്റ് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആക്റ്റീവും ഏറ്റവും നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഈ ഒരു നമ്മളെ ക്യാച്ച് ദം യങ് എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് നമ്മൾ
നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പം മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഇനിയിപ്പോൾ ഉറുദു അറബിയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു 4 ലാംഗ്വേജുകൾ ഒരു ദിവസത്തെ എന്താണ് പിന്നെ ക്ലാസ്സുകളിൽ 10 ക്ലാസ്സുള്ള സ്കൂളാണെങ്കിൽ അതിലൊരു 4 ക്ലാസ് അത് കൊണ്ടുപോയി. പക്ഷെ അത്രയും സമയം ചിലവാക്കിയിട്ടും ഒരു 12 വർഷം ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടും എത്രത്തോളം ആ ലാംഗ്വേജുകൾ നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ പറ്റും. മാതൃഭാഷയിൽ വരെ അത് നമ്മൾ എത്രത്തോളം ഒരു നന്നായിട്ട് മലയാളം എന്ന ഒരാൾക്ക് നന്നായിട്ട് മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ പഠിക്കാനും തീർച്ചയായിട്ടും സംസാരിക്കാനും ഒരു എഴുതാനും ഭാഷ കഴിയുന്ന നിങ്ങൾക്ക് അതെ അതെ അറിയുന്നുണ്ടെങ്കിൽ പക്ഷെ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ശരിക്കും ഇപ്പം ഞാൻ ഞാൻ പറയാം നമ്മൾ ഇപ്പം ഇത്രയും ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ സിലബസ് വൈസ് നല്ല സിലബസും നല്ല പുസ്തകങ്ങളും നല്ല ടെക്സ്റ്റ് ബുക്കുകളും ഇന്ന് വരെ ചില മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നല്ല രൂപത്തിലുള്ളൊരു സിസ്റ്റമാണുള്ളത്. പക്ഷേ എവിടെയോ എന്ത് നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട് ആ സാധനം. കാരണം ഇത്രയും എന്താണ് അവേഴ്സ് എല്ലാ ദിവസവും 3-4 അവേഴ്സ് ലാംഗ്വേജിലെ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും 12 വർഷം കഴിഞ്ഞിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് നല്ല രൂപത്തിൽ അത് പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാനോ എഴുതാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ പെഡഗോജിയിൽ നല്ലൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ് എത്തുമ്പോൾ തന്നെ ഹിന്ദിയിലും ഉറുദുവിലോ അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് വായിക്കാനുള്ളൊരു കാപ്പബിലിറ്റിയിലേക്ക് സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സ്വാഭാവികമായിട്ടും ഇതാവും. കാരണം ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം വായിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായി വരും. അവർക്ക് എന്തായാലും ഹയർ എഡ്യൂക്കേഷന് താല്പര്യം ഉണ്ടാവും. അത് ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ താല്പര്യം. ഇപ്പോൾ സയൻസ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായി വരിക എന്നുള്ളത്. അപ്പോൾ വായനയാണ് അതിൻ്റെ ഏറ്റവും ബേസിക്. വായനയിലേക്ക് ആക്സസ് അതെ വായനയിലേക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. പക്ഷെ ആ ലാംഗ്വേജിലേക്കുള്ള ഒരു ലിമിറ്റേഷനാണ് ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ +2 വരെ നിൽക്കട്ടെ, ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് പോലും അയാളുടെ ഡിഗ്രിയിലും ചിലപ്പോൾ ആൾക്ക് ലാംഗ്വേജ് ഉണ്ടായിട്ടുണ്ടാവും, പേപ്പർ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരാളോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു പക്ഷേ ഇപ്പം ഞാൻ മദീനത്തുന്നൂറിൽ നമ്മളങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടായിരിക്കാം. ഇപ്പം ഞാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നോർത്തിൽ ഇപ്പോൾ ജാമ്യയിലായാലും JNUയിലായാലും ഒക്കെ നമ്മൾ മലയാളികൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ 5ാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾ എപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഹിന്ദി നമ്മൾ പിന്നെ ഹിന്ദി വായിക്കാനറിയാം, എഴുതാനറിയാം, സംസാരിക്കാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഒരു അനുഭവമുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് കൂടുതൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ മലയാളികൾക്ക് ഇത് വായിക്കാനും എഴുതാനൊക്കെ പറ്റുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം, കാരണം ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ ഇത് പഠിക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കാനുള്ളൊരു രീതിയിലേക്കുള്ള ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. എനിക്കൊക്കെ ഒരു പ്രിവിലേജ് ഉണ്ടായപ്പോൾ നമ്മൾ പൂനൂർ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഡിഗ്രി അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു സംഗതിയാണ്, നിങ്ങൾ എന്തായാലും PG ചെയ്യുന്നുണ്ടോ നിങ്ങൾ പുറത്തുപോയി ചെയ്യണം. അപ്പോൾ എന്തിനാണ് PG പുറത്തുപോയി ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അത് പക്ഷെ നമ്മളപ്പോൾ PGക്ക് പോകണം. ഇപ്പോൾ നമ്മൾ ഡിഗ്രി കാലത്ത് പഠിക്കുന്ന പല സാധനങ്ങളും ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാനുള്ളൊരു നിലവാരത്തിലേക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി എത്തും, അല്ലെങ്കിൽ അവിടെ നമ്മൾ രൂപപ്പെടും എന്നുള്ളൊരു സംഗതിയാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഭാഷ അത്രയും വഴങ്ങുന്നൊരു തലത്തിലേക്ക് അത്രയും സമയമുണ്ട്, റിസോഴ്സ് ഉണ്ട്, എല്ലാതുണ്ട്. പെഡഗോജിയിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ അത്ഭുതകരമായിട്ടുള്ള രൂപത്തിലുള്ള ചിലപ്പോൾ മാറ്റങ്ങൾ കാണാൻ പറ്റും. സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ഫോക്കസ് ചെയ്തിട്ട് ഒരു പെഡഗോജിയിലും സിലബസിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തിയാൽ ശരിക്കൊരു നല്ല വായിക്കുന്ന നല്ല ഭാഷയിൽ അവഗാഹമുള്ള. കാരണം ഞാനൊരു ഭയങ്കര ഭാഷാ പ്രേമിയായിട്ട് അങ്ങനെ പറയുന്നൊന്നുമല്ല. ഭയങ്കര നല്ല മലയാളത്തിൽ കുട്ടികൾ അങ്ങനെ ആ രൂപത്തിലല്ല ഞാൻ ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു നല്ല ഭാഷ ഒരു കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അത്രയും ആക്സസിബിലിറ്റി കൂടുതലാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചോട്ടെ, എന്നിട്ട് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ചോട്ടെ. ഞാനിങ്ങനെ ഭയങ്കര മലയാളം ഹിന്ദി നോളജിന്റെ കീ ആണ് ഈ ഭാഷ ഒരു കാരണം എല്ലാത്തിലേക്കും ഒരു ഭാഷയ്ക്ക് നന്നായിട്ട് ആക്സസ് ആണ്. ചരിത്രം നന്നായിട്ട് ആൾക്ക് പിന്നെ ക്യൂരിയോസിറ്റി വരും, സൊസൈറ്റിനെ പറ്റി ക്യൂരിയോസിറ്റി വരും, അറിയാനുള്ള പലതരത്തിലുള്ള ഒരു റിസർച്ച് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലത് ഭാഷയിലുള്ളൊരു പെഡഗോജിയിലുള്ള നല്ലൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള. സ്വാഭാവികമായിട്ടും ഹയർ എഡ്യൂക്കേഷനിലേക്ക് നല്ല ഒരു കൂട്ടം ആളുകൾ എത്തും. അതോടെ തന്നെ എനിക്ക് തോന്നുന്നു അവിടെയും ഹയർ എഡ്യൂക്കേഷനിൽ നല്ലൊരു ഇത്തവണ നാട്ടിൽ വന്നിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു വലിയ വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഇരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചെന്നുള്ളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും പോകുന്നതിൽ നമുക്ക് ഒന്നുകൂടി ഇരിക്കണം.
ഞാൻ എനിക്ക് എൻ്റെ PhD-യിൽ തന്നെ വളരെ നിർണായകമായൊരു സംഗതി എന്ന് പറയണത് പിന്നെ നമ്മൾ ഡൽഹിയിൽ കുറേ കാലം ഒരുമിച്ചുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു 3 വർഷമൊക്കെ ഡൽഹിയിലുണ്ട്, അല്ല 2 വർഷം ഡൽഹിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരുമ്പോഴും ഡൽഹിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷിക്കാഗോന്ന് വരുമ്പോൾ നമ്മൾ ഒരുമിച്ചാണല്ലോ താമസിക്കലൊക്കെ. അപ്പോൾ ഒരിക്കലങ്ങനെ വന്ന സമയത്ത് ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമുണ്ട്. അതായത് കോവിഡിന് മുമ്പ് കോഴ്സ് വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. നമ്മൾ റിസർച്ചിൻ്റെ ഒരു നല്ലൊരു റെയിലിൽ പോകുന്ന സമയത്ത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഹെൽപ്ഫുള്ളായത് ഒന്ന് റൈബയുടെ നിരന്തരമായൊരു സംഗതി എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം അത് നമുക്കൊരു വലിയ മോട്ടിവേഷനായിരുന്നു. അതേപോലെ തന്നെ എന്നെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു സാധനം, ഞാനതിങ്ങനെ ഓൺ ക്യാമറയിൽ പറയുകയാണെങ്കിൽ പോലും, പക്ഷെ എനിക്ക് ഒരു സംഗതിയാണ് ആക്ച്വലി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ സാധനം കൊണ്ട് പറയുന്നുണ്ട് അമിത്ക എന്താണ് എഴുത്തൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതിയിട്ടില്ല, തുടങ്ങണില്ല. ഒരു ദിവസം ഒരു 500 വേർഡ്സ് എങ്കിലും എന്തെങ്കിലും കുത്തിക്കുറിക്കണം എന്ന്. അത് റിസർച്ച് ആവട്ടെ എന്തോ ആവട്ടെ, നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലെങ്കിലും വായിച്ചതിൻ്റെ ഒരു സാധനം കുത്തിക്കുറിക്കണം എന്ന് പറഞ്ഞ സാധനം എൻ്റെ എഴുത്ത് പ്രോസസ്സിൽ വലിയ സഹായമായിട്ട് മാറി. ഞാൻ എന്നിട്ട് എൻ്റെ ജൂനിയേഴ്സൊക്കെ ഇപ്പോൾ MCRCയിലെ ജൂനിയേഴ്സിനോടൊക്കെ ഞാനത് പറയും, എൻ്റെ പ്രൊഫസേഴ്സിനോടൊക്കെ പറയും ഞാൻ അങ്ങനെ. കാരണം കൂട്ടത്തിൽ എൻ്റെ ബാച്ചിൽ ആദ്യം സബ്മിറ്റ് ചെയ്യണതും ഡിഫെൻസ് ചെയ്യണതൊക്കെ ഞാനാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഒരു ഇതിൽ നിന്ന് ഞാൻ ഇത്രയും വേഗത്തിൽ എഴുതി തീർക്കണതും എഴുതാൻ എനിക്ക് ഉണ്ടാവുന്നതും ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. ഞാൻ ഒരിടൊക്കെ തന്നെ പറയാൻ തുടങ്ങി ഈ രൂപത്തിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാൻ പല സമയത്തും ശ്രമിക്കാറുള്ളതാണ്, പക്ഷെ പല സമയത്തും ഫെയിൽ ആവുന്ന ഒരു ഇതാണ്. നമുക്ക് ചിലപ്പോൾ എന്നും ചെയ്യാൻ പറ്റിക്കണമെന്നില്ല, എന്നാലും ആ ഒരു തോട്ട് ഉണ്ടാകുന്നതും എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും കുറച്ച് എഴുതുന്നതും. എനിക്ക് തോന്നുന്നു എൻ്റെ PhD തുടങ്ങുന്ന സമയത്ത് മഹ്മൂദ് കൂരിയ മഹ്മൂദാന്ന് തോന്നുന്നു എന്നോട് അങ്ങനെ പറഞ്ഞത്, എഴുത്തിൻ്റെ സ്റ്റേജൊക്കെ തുടങ്ങുമ്പോൾ എന്നും കുറച്ച് എഴുതണം. അപ്പോൾ മഹ്മൂദിൻ്റെ ഒപ്പം ഉള്ള പല ട്രാവലുകളിലും പല സ്ഥലങ്ങളിലും ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ആളിങ്ങനെ രാവിലെ ഇരുന്ന് കുറച്ച് ഇപ്പോഴും അത്രയും വർക്കുകൾ ആൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എഴുത്ത് എന്നുള്ളത്, കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മളെ തോട്ടുകളും എഴുതുമ്പോഴാണ് അതിനൊരു കോൺക്രീറ്റ് രൂപം വരുന്നത്. അപ്പോഴാണ് അത് ശരിക്ക്, എന്നാലും നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ക്രിറ്റിസിസം വാങ്ങാനും നമുക്ക് തന്നെ അത് നോക്കിയിട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഐഡിയാസ് ഒന്നുകൂടി ക്ലാരിറ്റി വരാനൊക്കെ എപ്പോഴും എഴുതുക എന്നുള്ളത് ഭയങ്കര. നമ്മൾ ഈ സാധനങ്ങൾ ഓർമ്മിച്ച് വെക്കുന്നതിലൊക്കെ പറയാറുള്ള സാധനമാണ് മൻ ഹഫിള ഫറ മൻ കത്തബ കറ എന്നുള്ളൊരു. അതായത് ഒരാൾ മനപ്പാടായി കഴിഞ്ഞാൽ അതൊന്നും ഓടിപ്പോവും, അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എഴുതി വെച്ചാൽ അതവിടെ ഉറച്ച് എൻക്രേവ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവുന്നുള്ള സാധനം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടിപൊളി. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അതല്ല സാലയും നിങ്ങളും മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ അംബേദ്കർ ഹോസ്റ്റലിൽ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു സാധനം പ്രിന്റിൽ വരുന്നതിൻ്റെത് നിങ്ങളിതുപോലെ പിന്നെ പഠിക്കൂ പ്രതികരിക്കരുത് എന്നുള്ള കേരള ഗവൺമെന്റിന്റെ എന്തോ ഒരു ബില്ല്, ക്യാമ്പസ് പൊളിറ്റിക്സ് പാടെ ക്യാമ്പസിൽ നിർത്തലാക്കുക എന്നുള്ള ഒരു ബില്ല് വന്ന സമയത്ത് 3-4 ആളുകളെ, അഷ്റഫ് അലി, ഇവരൊക്കെ പിന്നെ അഭിജിത്ത്, ഇവർ കുറച്ച് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ പ്രിന്റിലുള്ളത്. ഒരു റിസാലക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തൊരു വർക്കായിരുന്നു അത്. ഭയങ്കര എൻ്റെ ഒരു എപ്പോഴും നല്ല ഓർമ്മകളുള്ളൊരു സംഭവമാണ് അത്.